എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൊച്ചുമോനാണ് ലവകുമാർ. അവൻ്റെ വയസ്സ് 10. വീടിനടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാണാതായത്. അവനെ കണ്ടുപിടിച്ചിരുന്ന വ്യക്തിയോട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും കടപ്പെട്ടിരിക്കും. അവർക്ക് 25 ലക്ഷം രൂപയും പാരിതോഷികമായി നൽകും. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സിറ്റി മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. അതിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഞങ്ങൾക്ക് വേണം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഹൈദരാബാദ്. നിങ്ങൾക്ക് വേണം FM എന്ന് പറഞ്ഞാൽ റേഡിയോ സിറ്റി 91.1. ഇപ്പൊ സിറ്റിയിലെ ഹോട്ട് ന്യൂസ് കിഡ്നാപ്പ് ആണ്. പ്രധാനമായി ആരുമില്ലാത്ത സ്ഥലം നോക്കി കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് അവരെ കിഡ്നാപ്പ് ചെയ്ത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. റീസെന്റ് ആയി ലവകുമാർ 10 വയസ്സ് പ്രായമുള്ള കുട്ടി മിസ്സിംഗ് ആണ്. ആ കുട്ടി ശരിക്കും മിസ്സിംഗ് ആണോ അതോ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താണോന്ന് ആർക്കും അറിയില്ല. കുട്ടികളെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സിറ്റി സ്പേസ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് 56060 മെസ്സേജ് അയക്കുക. പാരന്റ്സ്, നിങ്ങളോട് എനിക്കുള്ള ചെറിയ റിക്വസ്റ്റ്, കുട്ടികളെ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ നിർത്തുക. തനിച്ചെവിടെയും പോകാൻ അനുവദിക്കരുത്. എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ സ്വന്തം FM റേഡിയോ സിറ്റി 91.1. സാർ, സാറേ, ബാറ് ക്ലോസ് ചെയ്യാൻ നേരായി. എഴുന്നേക്ക് സാറേ. സാർ. എന്താടോ? സാറേ, ദേ ഇവിടെ ഒരുത്തൻ അടിച്ച് ഓഫായി കിടക്കുക. ഇത് സ്ഥിരം പരിപാടിയല്ലോ. അതുകൊണ്ട് ആള് ബില്ല് തന്നോ? തന്നായിരുന്നു സാറേ. ടിപ്പും തന്നിട്ടുണ്ട്. ആ ഡ്രിങ്കേഴ്സ് ക്യാബിന് ഫോൺ ചെയ്യടോ, അവര് വന്ന് കൊണ്ടുപോകും. ടിപ്പ് തനിക്കും ജോലി എനിക്കും. ഹലോ ചേട്ടാ. ഓക്കെ ചേട്ടാ, 2 മിനിറ്റിലെത്തിക്കാം. ഹലോ ചേട്ടാ, നമ്മുടെ കസ്റ്റമറോട് ദേഹത്തുണ്ട്. ഞാനാണ് പാസഞ്ചർ. ഐ ലവ് യു ടു. എവിടെ ഇറങ്ങണ്ടേ? കേറുന്നതിന് മുമ്പ് എവിടെ ഇറക്കണ്ടെന്ന് ചോദിച്ചാ? ഇത് പ്രീപെയ്ഡ് ടാക്സിയാ. പ്ലേസും പേരും കൺഫേം ചെയ്താൽ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും നടക്കും. നിന്റെ പേയ്മെന്റിൽ എന്റെ കമ്മിറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. ദിസ് ഇസ് 1000 rupees. ടേക്ക് ഇറ്റ്, എൻജോയ്. ചേട്ടാ, ഇത് 500 ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, വാ കേറ്. പതുക്കെ ഉടക്കല്ലേ. മാറ്. ഹലോ, വിജയ് ബാർ ആൻഡ് റെസ്റ്റോറന്റോ? ഒരു 2 minutes. സോറി ബ്രദർ. എടാ, നോക്കി കണ്ടൊക്കെ കേറാ. എന്തൊരു തള്ളാണോ ഈ തള്ളുന്നത്? ഇത് ക്യാബാണോ അതോ ഓട്ടോറിക്ഷ ആണോടാ? നാട്ടിലുള്ളവര് മൊത്തം കേറുന്നുണ്ടല്ലോ. ചേട്ടാ, ആദ്യം ഞാൻ ചേട്ടനെ ഇറക്കി വിടുള്ളൂ. ഓക്കെ? അത് പറ്റത്തില്ല, എന്നെ ആദ്യം ഇറക്കണം. മിണ്ടരുത്. ലാസ്റ്റ് കേറിട്ട് ഫസ്റ്റ് ഇറങ്ങണം നാടി. അതെ സാറേ, കേറിയ സമയം നോക്കണ്ട, എന്തോ അടിച്ചിട്ടുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഞാനൊരു ഫുൾ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആദ്യം എന്നെ ഇറങ്ങി വിടാ. ഏതാണ്ട് കൊട്ടുവടിയൊക്കെ അടിച്ചു കേട്ടിട്ട് നീയൊക്കെ ഇങ്ങനെ പറയെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടിയ മദ്യം കഴിച്ച് ഞാൻ എന്ത് പറയണടാ? മനടാ ചക്കര, ആദ്യം എന്നെ ഇറക്കണോ? നീ ഇപ്പൊ ഏത് സ്പീഡിലാ പോണേ? 60 ചേട്ടാ. 60 പോവാനായിട്ട് ഞങ്ങളൊക്കെ എന്താ കൊച്ചു കുട്ടികളാ? കാല് കൊടുത്തങ്ങോട്ട് പോ, സ്പീഡിൽ പോട്ടെ ചേട്ടാ. 70.
71 നോക്കണ്ട, എനിക്ക് വേണ്ടി നീ 720 കേട്ടോ. 220 പോയ ആക്സിഡന്റ് ആവൂടാ. കറക്റ്റ്. ഞാൻ പറയുന്നത് കേക്ക്, ഒരു 180 സ്ലോ ആയിട്ട് 180 സ്ലോ ആയിട്ടോ? ഒന്ന് വേഗം വണ്ടി വിടറാ. ബ്രദർ. എടാ ഞാൻ ഡ്രൈവ് ചെയ്യാം, ഞാൻ ഡ്രൈവ് ചെയ്യാം. ഡ്രൈവിംഗ് ഒക്കെ എനിക്ക് അറിയാം. ഇങ്ങനെയാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. മോഹൻ ഓടിട്ട് വരയ്ക്കണം. എന്താ എന്ത് പറ്റി? അയ്യോ ചേട്ടാ, എന്റെ കാറിൽ വാള വയ്ക്കല്ലേ, ഇറങ്ങ്. നാശിപ്പിച്ച്. ഇത് ഞാൻ തന്നെയല്ലേ. ടേബിൾ നമ്പർ 4 അടിച്ച് ഓഫായി കിടക്കാണെന്നാണല്ലോ പറഞ്ഞത്. എവിടെയാണ്? ആ, ഹലോ ചേട്ടാ. ചേട്ടാ ചേട്ടാ ഇതെന്താ? ശരിക്കും എന്നെ പോലെ തന്നെ. ലോകത്തില് നമ്മളെ പോലെ 7 പേരുണ്ടാവുന്ന കേട്ടിരിക്കുന്നേ. അതിലൊരെണ്ണാണോ ഇത്? ഹായ്, എന്തായാലും നമുക്കെന്താ. നീ കുടിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്നു, ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്നു. ചേട്ടാ എഴുന്നേക്ക് പോകാം. ഇരുട്ട് അവസാനിക്കുന്നത് വരെ, രാവിലെ സൂര്യൻ ഉദിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നവരെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സേഫോ? ഇപ്പൊ സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആ, തല വെട്ടിപ്പൊടിയ. എന്താണ് ചേട്ടാ? നീ ശരിക്കും എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ആ ശരിയാ, ഞാൻ നിന്നെ പോലെ, നീ എന്നെ പോലെ ഇരിക്കുന്നുണ്ട്. അതെങ്ങനെയാ? നിന്റെ അച്ഛന്റെ പേരെന്താ? രാജശേഖര മേനോൻ. എന്തേ മേനോനോ? ഞങ്ങള് നായരാണല്ലോ. പിന്നെ നമ്മളെങ്ങനെ ഇങ്ങനെ? രക്തബന്ധവും പാരമ്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപോലത്തെ ആൾക്കാരുണ്ടാവുള്ളൂ. ഒരുപാട് സിനിമയിൽ വില്ലനും നായകനൊക്കെ ഒരേപോലെ ആയിരിക്കും. അതെന്താ, രക്തബന്ധ? ആ, പിന്നെ കഴിഞ്ഞ ദിവസം കണ്ട നായക സിനിമയിൽ രാംചരൺ 2 എണ്ണം ഉണ്ട്. അതെങ്ങനെയാ? തമ്മിൽ റിലേഷൻ ഉണ്ടോ? കറക്റ്റാ. ആ, ബൈ ദ ബൈ, എന്റെ പേര് കുശാൽ. പ്രേം കുമാർ. സ്നേഹത്തോടെ ലവ എന്നെല്ലാവരും വിളിക്കും. ഞാൻ ഡ്രിങ്കേഴ്സ് ക്യാബ് ഡ്രൈവറാണ്. എന്താ, എനിക്ക് മനസ്സിലായില്ലേ? നിന്നെ പോലുള്ള ആളുകൾ അടിച്ച് ഓഫായി ബാറിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ വളരെ സുരക്ഷിതമായി നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കുന്ന ജോലിയാണെന്ന്. അതായത് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ തന്നെ. ഓക്കെ. ഹേയ് അങ്കിൾ, സുപ്രഭാതം. ആരാ നീ? ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ സംസാരിക്കുന്നെന്താ? നിങ്ങൾ കള്ളു കുടിച്ചാ വെറും ബോധമില്ലാത്തവനാണെന്ന് ഇപ്പൊ തെളിയിച്ചില്ലേ? ഞാൻ കുടിച്ചെന്നോ? ആരാ നീ? എന്നെ മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി നിങ്ങൾ ബാറിൽ കുടിച്ച് ഓഫായപ്പോ ഞാനാണ് നിങ്ങളെ സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചത്. അടിപൊളി മോനെ, അടിപൊളി. കൊള്ളാം. ഞങ്ങളെ കള്ളുകൂടിയന്മാരെ സപ്പോർട്ട് നിനക്ക് എപ്പോഴും ഉണ്ടാവും മോനെ. വലിയ ഉപകാരം. നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. അത് നൈറ്റ് ആൻഡ് ക്യാബില്, കാലത്താണെങ്കിൽ പാർക്ക്, ബസ് സ്റ്റോപ്പ്, എടാ നിന്നെപ്പോ ഉള്ളവർക്കാണ് എന്റെ വീട് തന്നെ. ഇത് കണ്ടോ, ഇതാണ് എന്റെ വീട്. എടാ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ തനിച്ചൊരു ഔട്ട്ഡോഴ്സ് ഉണ്ട്. നീ എന്റെ കൂടെ വാ, സമയങ്ങളെ. സാർ, എന്നെ കൊണ്ട് വാടകയൊന്നും തരാൻ പറ്റില്ല. വാടകയൊന്നും വേണ്ട, ഫുൾ ഫ്രീ. ഓഹോ, അങ്ങനെ ഓസിൽ AC റൂം കമ്മിറ്റ് ചെയ്തല്ലേ? അതെ. കമ്മിറ്റ്മെന്റ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു.
വാടക 10,000 രൂപ, അഡ്വാൻസ് 20,000 രൂപ. സൗകര്യം ഉണ്ട് തങ്ങിക്കോ, അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട്. അതെ ഞങ്ങള് 20,000 രൂപ ചോദിച്ചില്ലേ? അതെ. 20 പൈസ പോലും ഇല്ല. കുടിച്ച് ഓഫാമ കയറ്റി താമസിപ്പിക്കും, ബോധം വരും ഇറക്കി വിടും. അവന്റെ ഒരു ഫ്രീ ആയിട്ട് താമസിക്കാൻ എന്താടാ വഴിയമ്പലാണെന്ന് വിചാരിച്ചോടാ. ഇപ്പോഴല്ലോടോ താൻ അകത്തേക്ക് പോയത്, പിന്നെ എങ്ങനെ ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്? അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരെ? അത് ഞാനോ ചേട്ടാ ഇനി ഇവിടെ താമസിക്കുന്നില്ല, നമ്മൾ ഇറങ്ങാൻ പോവാ. നീ ഇങ്ങോട്ട് വന്നേ. എങ്ങനെ നോക്കിയാലും കാണാനായിട്ട് രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നല്ലോ. അതെ, കാര്യം എന്താന്ന് വെച്ചാ പറ. ഇതാണ് കാര്യം. $20,000 കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. എന്നാ, നിങ്ങളെ കാണാൻ ഒരേപോലെ ഉണ്ടല്ലോ. എന്റെ അച്ഛന്റെ മുത്തശ്ശന്റെ മുത്തശ്ശന്റെ അവന്റെ അച്ഛന്റെ മുത്തശ്ശന്റെ 2 മുത്തശ്ശന്മാരുടെ കുടുംബങ്ങൾ ഒരുമിച്ച്. ഒരേ അമ്മയുടെ മക്കളാണോ? അല്ല, ഒരേ കുടത്തിന്ന് അവർ വെള്ളം കുടിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപോലെ ജനിച്ചത്. ആണ്ടൻ. ഒരേ കുടത്തേന്ന് വെള്ളം കുടിച്ചെന്നോ? ചേട്ടാ, ഈ റൂം ചേട്ടന് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നല്ലോ. അതിന്റെ കാരണം എന്താ? എനിക്കൊരു പെണ്ണിന് വേണം. പെണ്ണോ? ചേട്ടാ, ചേട്ടനൊരു സാധാരണ ആളെ പോലത്തെ സാധാരണക്കാരനല്ല. ഞാൻ ഇത് കുറെ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമായി. ഹലോ, ഞാൻ പറഞ്ഞത് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നല്ല സുന്ദരിയായ ഒരു കുട്ടിയെ വേണമെന്നാ. നിർത്തിയേ. ചേട്ടന്റെ മനസ്സിൽ എന്താന്ന് പറഞ്ഞേ? അതൊരു വലിയ കഥയാ. ഓ, ഫ്ലാഷ് ബാക്ക്. എന്നാ പിന്നെ ഒരു മിനിറ്റ്. ഇനി പറയേട്ടാ. എൻ്റെ അച്ഛനമ്മയും എൻ്റെ ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ആ സമയത്ത് എൻ്റെ മുത്തശ്ശിക്ക് ശരീരത്തിന് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും പേടിച്ച്. മോനെ സുബു, എന്റെ ഒക്കെ സമയം കഴിയാറായി. അമ്മയ്ക്ക് ഒന്നുമില്ലമ്മേ. അവസാനായിട്ട് ഞാൻ ചെയ്യേണ്ട കുറെ കടമകളുണ്ട്. എന്താന്ന് പറഞ്ഞോ? നിന്റെ മോള് സുബലക്ഷ്മിയെ ഈ കുശിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. തീർച്ചയായും അമ്മേ. അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ലേ? ചെറുപ്പം മുതൽ സുബലക്ഷ്മിയുടെ കൂടെ ജീവിച്ച് വളർന്നുകൊണ്ട് അവളെ കല്യാണം കഴിച്ച് അവളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു ഫീലിംഗ് പോലും എനിക്കുണ്ടായിരുന്നില്ല. നിനക്ക് ഫീലിങ്സ് ഉണ്ടേലും ഇല്ലേലും ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ, ഈ കല്യാണം ഞാൻ നടത്തുമെന്ന്. അത് പറ്റില്ല അമ്മാവ. ദേ ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. എന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. കൊല്ലാൻ പോലും മടിക്കില്ല. അമ്മാവൻ, ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. അമ്മാവ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ശേഷം ഞാൻ തിരിച്ചു വരും. ദയവേത് എനിക്ക് വേണ്ടി കാത്തിരിക്കരുത് പ്ലീസ്. ഞാൻ ഹൈദരാബാദിലേക്ക് പോവാം. എന്തൊരു മണ്ടനാ നോക്കി. ബുദ്ധിയുള്ള ആരെങ്കിലും പോകുന്ന സ്ഥലം ലെറ്ററിൽ എഴുതി വെക്കോ? അത് എനിക്ക് നുണ പറഞ്ഞങ്ങനെ ശീലമില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ ശീലമുണ്ടല്ലോ. ലബ, എനിക്ക് നല്ലൊരു കുട്ടിയെ കണ്ടുപിടിച്ചതാ. ഈ സിറ്റിയിൽ സുന്ദരികളായ പെൺകുട്ടികളുണ്ടോ? ഉണ്ടോന്നോ? ഞാൻ ഈ ഹൈദരാബാദിലെ അപ്സരസകളെ കുറിച്ച് വർണ്ണിച്ച് തുടങ്ങിയാലേ
എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ കല്യാണം ഈ ജന്മത്ത് നടക്കില്ല. അല്ല, ഞാൻ ചേട്ടന് വേണ്ടി എത്ര സുന്ദരികളെയാണ് കണ്ടുപിടിച്ച് വെച്ചതെന്നറിയോ? ഞാൻ ആ പെൺകുട്ടിയെ കണ്ടപ്പോ തന്നെ ഫ്ലാറ്റായി പോയി. എന്റെ ഹാർട്ടിൽ പ്രണയത്തിന്റെ പ്രകാശം വീശി. അതിന്റെ പേര് പ്രണയം എന്നല്ല, നിന്റെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ് ആണ്, ഫീലിങ്സ്. നിനക്കൊരു പെണ്ണു നോക്കാൻ എന്നെ കൊണ്ടേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിനെ കൊണ്ട് പോലും പറ്റത്തില്ല. ഭക്തജനങ്ങളെ, മാതാ അന്നപൂർണേശ്വരി ദേവി നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളെയും വേദനകളെയും നിമിഷങ്ങൾക്കകം മാറ്റുന്നതാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും എന്താ പൂർണ്ണമായി ആഗ്രഹം? മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അനുഗ്രഹിച്ചരുളുന്നതാണ്. എന്റെ അമ്പോ, എന്തുമാത്രം ആളുകളാ. അതെ ചേട്ടോ, ആ അമ്മ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്. എനിക്ക് ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടമായിടാ. അയ്യോ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ട് ചേട്ടാ. ചേട്ടാ, അമ്മയോട് ഭക്തി കാണിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ പ്രണയം തോന്നാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, പ്രകൃതി വിരുദ്ധമാണ്. അമ്മേ, എനിക്ക് ഒരുപാട് ദുരിതങ്ങളുണ്ടായി. എനിക്കുണ്ടായിരുന്ന ബിസിനസ്സുകളെല്ലാം നഷ്ടത്തിലായി. എന്നെ ഇതിൽ നിന്നെല്ലാം കരകയറ്റേണ്ടത് അമ്മയാണ്. ഭക്ത, നീ എപ്പോഴെങ്കിലും തിരുപ്പതിക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്റെ സഹോദരി അമ്മാവനും പോയിട്ടുണ്ട്. ഓഹോ, സ്വാമി നീ ഒരുപാട് പണം സമ്പാദിക്കുകയാണെങ്കിൽ തിരുപ്പതി പോയി നേർച്ചയിട്ടോളാമെന്ന് നിന്റെ അമ്മ എന്നേ വഴിപാട് പറഞ്ഞു വെച്ചിരിക്കുന്നതാ. ഓ അയ്യോ, എന്റെ അമ്മ 2 വർഷം മുന്നേ മരിച്ചുപോയതാ. അന്ന് പറഞ്ഞതുപോലെ നേർച്ചയിടാത്തത് കൊണ്ടാണ് ബാലാജിക്ക് നിന്റെ മേൽ കോപം വന്നിരിക്കുന്നത്. ആ കോപത്തിന്റെ മേലുണ്ടായ ശാപം കൊണ്ടാണ് നിനക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അമ്മേ, ഓഹോ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തിരുപ്പതി പോയി അവിടെ കാണിക്ക സമർപ്പിക്കട്ടെ? ഒരു നിമിഷം സ്വാമി. ഓഹോ, സ്വാമിയോട് ഞാൻ സംസാരിച്ചു. അവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാണിക്ക ദേ ഇവിടെ ഇട്ടാൽ മതി. വരുന്നതിന്റെ പിന്നത്തെ ആഴ്ച ഞാൻ തിരുപ്പതിക്ക് പോയി ഞാൻ തന്നെ ഈ കാണിക്ക അർപ്പിച്ചോളാം. ആയിക്കോട്ടെ അമ്മേ. അമ്മേ, ആ സ്വാമിയുടെ നമ്പർ എനിക്കും തരൂ. ഒരു പ്രാവശ്യം ഞാനും വിളിച്ച് സംസാരിക്കട്ടെ. വിടാതിരുന്നേ, ഞാനെന്ത് ചെയ്തിട്ട്? ഭക്ത, സ്പെഷ്യൽ ദർശനത്തിന് വന്നതാണോ? അതെ സ്വാമി. പക്ഷേ കുറച്ച് ചെലവ് കൂടുതലാ. എത്ര ചെലവായാലും കുഴപ്പമില്ല. എന്നാ എന്റെ പിന്നാലെ വരൂ. വര, നടക്ക്, ചെന്ന് വാങ്ങ. എന്താണ് മകനെ നിന്റെ പ്രശ്നം? എല്ലാ ദിവ്യശക്തിയുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഭക്ത, അമ്മയ്ക്ക് എല്ലാം അറിയാം. പക്ഷെ സ്വാമിയോട് സംസാരിക്കാൻ 1000 രൂപ ദക്ഷിണയായി വെച്ചോ. ചേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. അമ്മയ്ക്ക് ചെറിയൊരു ടെസ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്? ഒരു അമ്മയ്ക്കുണ്ടായതാണോ അതോ ഒരു അച്ഛനുണ്ടായതാണോ? പറ. ഞങ്ങളുടെ അമ്മമാർ സിസ്റ്റേഴ്സ് ആണോ അതോ ഞങ്ങളുടെ അച്ഛന്മാർ ബ്രദേഴ്സ് ആണോ? നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ സാധാരണ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു രക്തബന്ധങ്ങളും ഇല്ല. 100% കറക്റ്റാ. നിങ്ങൾ ഒരു പെൺകുട്ടി അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. 1000% കറക്റ്റ്. എനിക്ക് പ്രണയിക്കാനും എന്റെ ജീവിതം ഷെയർ ചെയ്യാനും എനിക്കൊരു സുന്ദരിയായ പെണ്ണിനെ വേണം. എത്തരത്തിലുള്ള പെണ്ണാണ് വേണ്ടതെന്ന് പറയൂ. ഇരിക്കുന്ന അമ്മയാണെങ്കിലും എനിക്കൊക്കെ. എന്താ മകനെ ഇത്രയും സമയം ആലോചിക്കുന്ന? എന്നെ പോലെ ഒരു സൗന്ദര്യവതി മതിയോ മോന് പെണ്ണായിട്ട്? അമ്മേ, അത് മതി അമ്മേ. അവിടുത്തെ പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ തന്നെ മതി. എന്നെ പോലെ സൗന്ദര്യവതിയായ പെണ്ണ് ഇവിടെ തൊട്ടടുത്തുള്ള പാർക്കിലിരിക്കുന്നുണ്ട്. പൊയ്ക്കോളൂ. സെയിം നിങ്ങളെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി അതെങ്ങനെയാ നടക്കുക? ഞാൻ വിശ്വസിക്കില്ല. കാമാം ദുരാണാം നഭയം നലച്ച പ്രേമാം ദുരാണാം നഭൂത്തോ നഭൂഷ. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുമ്പോ എന്നെ പോലെ ഒരുത്തി ഉണ്ടായിക്കൂടെ? ഞാൻ പോയി നോക്കട്ടെ അമ്മേ. പോയി കാണൂ മകനെ. എന്നാലും എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എനിക്ക് നല്ല ക്ലാരിറ്റി കിട്ടി. നീ വന്നേ.
അവരുടെ ഗെറ്റപ്പ് സെറ്റപ്പ് മേക്കപ്പ് ഒക്കെ കണ്ടിട്ട് അവര് പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഉറപ്പല്ലേ. എന്നെ എൻകറേജ് ചെയ്തതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യരുത്. പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ല. അമ്മേ സോറി കേട്ടോ. എന്തിന്? ഞാൻ നിങ്ങളോടല്ല സോറി പറയേണ്ടത്. സോറി. നിങ്ങളെപ്പോലെ ഒരാളെ മുൻപ് എവിടെ വെച്ച് കണ്ടതുപോലെ തോന്നുന്നു. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. നമ്മൾക്കിടയിൽ എന്തോ ജന്മജന്മാന്തര ബന്ധമുള്ളതുപോലെ തോന്നുന്നു എനിക്ക്. എക്സാക്ട്ലി, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. നിങ്ങൾ എന്നും പാർക്കിലേക്ക് വരാറുണ്ടോ? താൻ വരാണെങ്കിൽ ഞാനും ഡെയിലി വരാം. അങ്ങനെയാണെങ്കിൽ നാളെ 4:30 ഞാൻ ഇവിടെ ഉണ്ടാവും. പോയോ? അമ്മയ്ക്കുള്ള കാണിച്ചു കൊടുക്കാൻ പോവായിരുന്നു. നീ വാ. എന്റെ പേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടന്നണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവള് നല്ല പെരും കള്ളിയാണെന്ന്. അനുഭവിക്കും. നമുക്കറിയാത്തൊരു പുതിയ ഷോപ്പാ. വാ പോവാ. നമസ്കാരം സാർ. എന്താ വേണ്ട സാർ? 1 കിലോ ചിക്കൻ, 1 കിലോ മട്ടൺ, പിന്നെ 1 കിലോ. അയ്യോ അതൊന്നും കിട്ടില്ല, ഇത് കൂളിംഗ് ഗ്ലാസിന്റെ കടയാ. അപ്പൊ അറിയാലേ, എന്നാ കണ്ണാടി കാണിക്ക്. ഇത് സൂപ്പർ ആയിരിക്കും സാർ, ഒന്ന് വെച്ച് നോക്കിയേ. ഇത് നോക്കിയേ, പുതിയ മോഡലാ, ഒന്ന് വെച്ച് നോക്കാം. എന്താ കൊള്ളില്ലേ? എന്താടോ എന്നെ കണ്ടിട്ട് ഭയങ്കര ചീപ്പായിട്ട് തോന്നുന്നുണ്ടോ? താന്റെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ദുബായിൽ നിന്ന് ഇന്നലെ വന്നതേ ഉള്ളൂ. ഈ മോഡൽ സാർ വെച്ച അടിപൊളിയായിരിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞങ്ങൾക്കും കൂടി വാങ്ങിച്ചോടാ. സാർ 7 എണ്ണം വാങ്ങിച്ചുകൊണ്ട് 2000 രൂപ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിന്റെ കാര്യം വിട്, താൻ ബില്ല് എത്രയെന്ന് പറയും. എടോ ഐറ്റം, ഈ ഐറ്റം രാജയ്ക്ക് തന്നെ താൻ ബില്ല് തരുമല്ലേ? ബില്ലിൽ എത്രയാണോ എഴുതിയിരിക്കുന്ന ആ എമൗണ്ടിക്ക് തന്നേര്. നീ എന്താ ഗുണ്ടായിസം കാണിക്കുക? ഈ ബില്ലുള്ള പൈസ ഇതാ, അല്ലെങ്കിലേ കണ്ണട ഉരു വെച്ചിട്ട് പോവാൻ നോക്കാം. കണ്ണാടിയൊക്കെ അഴിച്ചു വെച്ചിട്ട് ഈ ബുദ്ധി തനിക്ക് നേരത്തെ തോന്നിയാ പോരായിരുന്നോ? ഈ ഏരിയയിൽ കട തുടങ്ങുന്നതിന് മുമ്പ് ഈ ഏരിയയിലെ ചീറ്റിംഗ് പാർട്ടി ആരാണ്, ഈ ഏരിയയിലെ ഫ്രോഡ് ആരാണ്, ഈ ഏരിയയിലെ ഗുണ്ട ആരാണെന്നൊക്കെ അറിയണ്ടായിരുന്നോ? വേണ്ടേ? ഐറ്റം രാജ. കടയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തവും മരുത്തോലച്ചല്ലോ. തിരുമലഗിരിരായ ദേവരായ സുരതബിന്നാടരായ സുഗുണതോനെ ബാച്ചിലർ റൂമില് ലേഡീസ് വോയിസോ? ഇത്രയും മെനകെട്ടൊരു വീട്ടില് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണോ? മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്താ കാര്യം? ഇവനെന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എന്താ ഉണ്ടല്ലോ? ആരെയാടാ നോക്കുന്നേ? അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകൊച്ചു വന്നിരിക്കുന്നു. അതാരാന്ന് നോക്കിയതാ. ആ പെങ്കൊച്ചെന്റെ ഫ്രണ്ടിന്റെ മകളാ. കൊള്ളാം, അസലായിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ മകളെന്ന് പറഞ്ഞാ എന്റെ സ്വന്തം മോളെ പോലെയാ. എന്തെങ്കിലും ഉടായ്പ് കാണിച്ച വെട്ടിക്കൊന്നുകളയും പന്നി.
ഈ മരവാഴ ഹലോ, മുകളിലെ നിന്റെ കൂട്ടത്തിലുള്ളവനോട് കൂടെ പറഞ്ഞേക്കെ. ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവനെ ഞാൻ ഇവിടേക്ക് വിടുവോ? ബൈ മാമ. എന്റെ ഭഗവാനെ, ചേട്ടാ ചേട്ടാന്ന് വിളിച്ചോണ്ടിരുന്നവൻ പെട്ടെന്ന് മാമാ മാമ എന്ന് വിളി മാറ്റിയല്ലോ. ഇവന്റെ മേലെ ഒരു കണ്ണെന്തായാലും വേണം. പോണപ്പോക്ക് കണ്ട, എത്ര നീളമുള്ള മുടി കെട്ടിപ്പിടിച്ച് ഞാൻ തക്കിട്ട ഊരിപ്പോയി. ഇവിടുന്ന് നേരെ പോയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരരുത്. ആ വഴിക്ക് പോക്കോണം. പോക്കോ, എവിടെയെങ്കിലും പോ. ഇത് ഏത് വഴിക്ക് പോയി? ഹേയ്, ഇത് ഭയങ്കര സർപ്രൈസിംഗ് ആയി പോയല്ലോ. നീ എപ്പോഴാ ഹൈദരാബാദ് വന്ന്? നിന്നെ അന്വേഷിച്ച് എല്ലാരും ഡൽഹി പോയിരിക്കാ. പിന്നെ നീ എന്താ ഇവിടെ? നീയുള്ള വീട്ടിൽ തന്നെ ഞാനുള്ളത്. അതെയോ? അതുപോട്ടെ, നീ എന്താ ഇവിടെ? ഇവിടെ ഒരു കമ്പ്യൂട്ടർ സെന്ററിലെ കമ്പ്യൂട്ടർ കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കാ. 9 മണിക്കാ ക്ലാസ്. എനിക്കിപ്പോ ക്ലാസ്സിനുള്ള സമയമായി. നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ. ബൈ. നീ ചെയ്യുന്നോട്ട് ശരിയല്ലേ ചേട്ടാ? ഞാനെന്ത് ചെയ്ത്? നിങ്ങളല്ല പറഞ്ഞ പെരുങ്കളി മെയിൻ ലൈനാന്ന്. അപ്പൊ ഇതെന്താ ലൂപ്പ് ലൈനാ? എടാ, ആ പെങ്കൊച്ച ഏതാന്ന് നിനക്ക് മനസ്സിലായോ? ആരാ? എന്റെ സ്വന്തം അമ്മാവന്റെ മോളാടാ പോയെ. അമ്മാവന്റെ മോള് എന്ന് പറഞ്ഞ അപ്പൊ നീ പറഞ്ഞ സുബലക്ഷ്മി അല്ലേ? ആ സുബലക്ഷ്മി തന്നെ. നമ്മുടെ സുബലക്ഷ്മി. ആ ചേട്ടാ, പാർക്കിൽ ഇതേ ചേച്ചി വെയിറ്റ് ചെയ്യാ. വന്നേ. ചേച്ചിയാ? ഏത് ചേച്ചിയാടാ? എന്തൊരു അഭിനയ ചേട്ടാ. ഇന്ന് പാർക്കിൽ വരാന്ന് പറഞ്ഞതല്ലേ? അതന്നെ നിന്റെ ലവറ്. എവിടെയാ കാണിച്ച? നടക്ക. എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? എന്തിത്ര നേരമായിട്ട് വരാത്ത? ടൈമിന് വരാനായിട്ട് ചേച്ചി ചെയ്യുന്നത് IT ജോബാ? ഹാൻഡ്ലൂൺ ജോബ്? അതെ ചേട്ടാ, എവിടെ പോവാ? ഞാൻ അവര് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. പോയിട്ട് വാ, പിന്നെ കാണാം. എന്താ, എന്നെ ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടമായി. അത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഞെട്ടിക്കുന്ന പോലെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തന്നെ. എന്താ ചെയ്യണ്ടെന്ന് പറയും. പറ്റിയ ഒരു 3 ഉമ്മ, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കണം. എന്റെ പൊന്നു മോനെ, 4 ഉമ്മ ഹഗ്ഗല്ല, 4 കടി തരില്ലേ ഞാൻ.
ചേട്ടാ പതുക്കെ ഉരുട്ടല്ലേ. നിർത്തറ എന്നെന്താ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അല്ല അത് പിന്നെ നീ ഇതൊക്കെ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണോ? പോവല്ലേ ഏട്ടാ? സുബലക്ഷ്മി ഇവളെവിടെ വന്ന്? അല്ല ഛെ. അയ്യോ 1+1 ഓഫറാ, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. അയ്യോ സമയം കളയല്ലേ, 3 പേർക്ക് ചേർന്ന് ചെയ്യാം. മാറിക്കോണം. നിന്നെ കൊണ്ടൊരു ഗുണമില്ല, പോ. നീ മടിച്ചിരിക്കുന്ന എന്താടാ? എന്താ നിനക്കിപ്പോ എന്താ പറ്റിയേ? ശരി എന്നാ എന്റെ കാശിങ് താ. കാശൊന്നുമില്ല, പോ നോക്കിയേ. എല്ലാം ഫ്രീ ആയി ചെയ്തിട്ട് കാശ് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയാ. എന്താ നോക്കി പേടിപ്പിക്ക? എന്റെ യൂണിയനിൽ കംപ്ലൈന്റ് കൊടുത്താലേ വീട്ടിൽ കയറി വരും. എന്താ കംപ്ലൈന്റ് ചെയ്യട്ടെ? കംപ്ലൈന്റ് എന്താന്ന് വെച്ചാ ഞാൻ സമാധാനമായിട്ട് ബികോം പഠിച്ചോണ്ടിരിക്കുക. പേരെന്താന്നാ പറഞ്ഞേ? അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ എങ്ങനെയാ വിളിക്കാ? ഞാൻ എന്റെ പേര് പറയില്ല. അതെന്താ? എന്റെ പേര് കേൾക്കാൻ ഒരു രസമില്ലാത്ത പേരാ. കേൾക്കാനും രസമില്ല, വിളിക്കാനും രസമില്ല. ഈ സാരയില്ല, പേരെന്താന്ന് പറ. മാമ പേരൊക്കെ പറയാം. മാമ. പറഞ്ഞു കളിയാക്കുന്നുണ്ട്. അയ്യോ രണ്ടുപേരും ഒരുപോലെ ഉണ്ടല്ലോ. ആ മോളെ, ഇപ്പൊ മോള് ഇവനെ എന്ത് പേരിട്ടാ വിളിച്ചത്? അത് പുറത്ത് ആരോടെങ്കിലും പോയി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനാണ് സത്യം, ആരോടും പറയില്ല. എന്റെ ദൈവമേ. ശരി ഞാൻ പറയാം. അത് എന്റെ പേര് മാമനെന്നാ. മാമനെന്നോ? അതെ, എന്നെ എല്ലാവരും നീ മാമനല്ലേ അവനെ വിളിച്ചത്? അതെ അങ്കിൾ. ഇവനാണോടി നിനക്ക് മാമൻ? പുള്ളിയുടെ പേര് മാമന്ന അങ്കിൾ. അപ്പോ ഈ കുരുട്ട് നോട്ടം നോക്കുന്നവനെ എന്ത് പേരിട്ടാ വിളിച്ചേ? ഇതുവരെ ഞാൻ എന്റെ പേര് പറഞ്ഞില്ല അങ്കിളെ. ഇപ്പൊ നീ പറയണം. മൈ നെയിം ഈസ് പ്രേം കുമാർ. പക്ഷേ സ്നേഹമുള്ളവർ എന്നെ ലവ് കുമാർ എന്ന് വിളിക്കും. ലവ് ഇവൻ എങ്ങാനും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ നിന്നെ അറത്ത് കൂട്ടി കാക്കയ്ക്ക് തിന്നാനിട്ട് കൊടുക്കും, കേട്ടല്ലോടാ? ഓടാ. മമ്മ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉണ്ടല്ലോ. നിങ്ങളെ കാണാൻ ക്ലാസ് ആയിട്ടുണ്ട്, പുള്ളിയെ കാണാൻ മാസായിട്ടുണ്ട്. ഞാൻ മാസോ? നിനക്ക് വേറെ കാര്യം അറിയോ? നിന്റെ മാമനെ ഒരു പെരുങ്കളിയെ പ്രേമിക്കുന്നുണ്ട്. കള്ളി എന്നൊന്നും വിളിക്കരുത്. ദേവത, ദേവതയെ പോലുള്ളവളാ. ഞാനോ തന്നെ പറഞ്ഞ ദേവതയെ പോലെ ഇരിക്കുന്ന പെരുങ്കള്ളി. എടാ ഒരു മിനിറ്റ്, എന്റെ അച്ഛൻ വിളിക്കുന്നു. ആ അച്ഛാ. എവിടെ മോളെ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ നാളെ ഡൽഹിയിൽ നിന്ന് തിരിക്കുക. ഡൽഹി മൊത്തം കറങ്ങിയിട്ട് അവനെ കിട്ടിയിട്ടില്ല. അവന്റെ ഫ്രണ്ട്സ് ഒക്കെ മുംബൈയിലുണ്ടെന്ന് കേട്ടു. അതുകൊണ്ട് ഞാൻ മുംബൈയിലേക്ക് പോകാനുള്ള പ്ലാനാ. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടുവരും മോളെ. നീ ടെൻഷൻ അടിക്കണ്ട. ശരി, വെക്കുക. എന്റെ അമ്മേ, ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണം. അയ്യോ ഇയാൾ എന്നെ കേറി പിടിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവനെ കണ്ടിട്ട് എനിക്ക് വേണ്ടി തന്നെ പേഴ്സ് വെച്ചതുപോലെ ഉണ്ടല്ലോ. Basically, it's very hot day. Skin burning, that's why this mask wearing. Ek minute. എന്റെ പേഴ്സ്. ഇത് അവന്മാരല്ലേ? ചേട്ടാ എന്റെ പേഴ്സ് കൊണ്ടുപോകണം അവള്. എടി നിക്കണേ അവിടെ. എടി എന്റെ പേഴ്സ് തരാൻ. നിക്കാൻ. എടി നിക്കാൻ. എന്റെ പേഴ്സ് തരാൻ. എന്റെ 5 പൈസ ഇല്ലടി. എവിടേക്കാടി പോകുന്ന? പിടിച്ചെടി നിന്നെ. എന്നെ പിടിക്കാൻ നോക്കുന്നു. നിന്നെ ഞാൻ ഇത് വെച്ച് എറിയുവടാ.
അയ്യോ ചേട്ടാ, എന്റെ സംഗതികളൊക്കെ പോയി ചേട്ടാ. വാ. അയ്യോ. എന്റെ അവസ്ഥ നോക്കേട്ടാ. സോറി ലവ, നിന്റെ പേഴ്സിൽ എത്ര ഉണ്ടായിരുന്നു പറ, ഞാൻ തരാം നിനക്ക്. 10 രൂപയുണ്ടായിരുന്നു. 10 രൂപയുണ്ടായിരുന്നല്ലോ. 10 രൂപയ്ക്ക് വേണ്ടിയാണ് നീ ഇത്ര ഓടിയ. ആ ശരി, അത് വിട്. 10 രൂപ ഞാൻ നിനക്ക് തരാം. എനിക്കത് വേണ്ട. അവളുടെ പേഴ്സ് ഞാൻ അടിച്ചു മാറ്റി. എന്താ അങ്കിൾ? ഒന്നുമില്ലടാ, നീ നിന്റെ പേഴ്സ് എവിടെയോ കളഞ്ഞിട്ട് വന്നില്ലേ? ആ പേഴ്സ് ദേ ഈ പെങ്കൊച്ചിന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഈ കാലത്തും ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടാ. പേഴ്സ് കിട്ടിയ ഉടനെ നിന്നെ അന്വേഷിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് കണ്ടില്ലേ? അതെ. ഫോൺ അടിക്കുന്നുണ്ടല്ലോ. മോളെ, നിങ്ങൾ സംസാരിക്കേ. ഹലോ. പിടിച്ചു നിങ്ങളുടെ പേഴ്സ്, എന്നിട്ട് എന്റെ പേഴ്സ് തിരിച്ചതാ. ഈ പേഴ്സ് അല്ലേ? ഇതിലുള്ളതൊക്കെ ഞാൻ എപ്പോഴേ ചെലവാക്കിയതാ. അതെന്റെ സാലറിയാ. നിന്റെ ജോലി എവിടെയാ? അമ്പലത്തിലോ അതോ പാർക്കിലോ? അതെ, നിനക്ക് ഈ ഉടായ്പൊന്നും കാണിച്ചു ചേർക്കാൻ നാണമില്ലേ? നല്ല വല്ല ജോലി നോക്കിക്കൂടെ? ജോലിക്ക് പോയാ പോക്കറ്റ് നിറയത്തില്ലല്ലോ. എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കാം. ഒരു ദിവസം 3000 രൂപയോളം വേണം. ഏത് ജോലി ചെയ്താലാ 3000 രൂപ ഡെയിലി കിട്ടുക? ഞാൻ ആരുടെങ്കിലും കൂടെ പോയി കിടന്നാലേ ആ പൈസ എനിക്ക് കിട്ടും. ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വന്നു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമാവും. നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പേഴ്സ് തിരിച്ചു തന്നാ മതി. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? 24 മണിക്കൂർ കഴിയും, ഒന്നും പറയാൻ പറ്റില്ല മോളെ. നമുക്ക് നോക്കാം. രണ്ടു മാസം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ബന്ധുക്കൾ ആരും സഹായിക്കാൻ വന്നില്ല. ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിറ്റുകളഞ്ഞു. ഈ സാഹചര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ ആരും തന്നെ വന്നില്ല. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെയാ ഞാൻ ഈ മോഷണത്തിന് ഇറങ്ങിയത്. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. വെച്ചോ, ഇത് പണയം വെച്ചിട്ട് താൻ തൽക്കാലം അമ്മയുടെ കാര്യങ്ങൾ നോക്ക്. എനിക്ക് പിന്നെ തിരിച്ചു തന്നാ മതി. സത്യ, ഒരു കാര്യം പറയട്ടെ, ഇനി മുതൽ മോഷ്ടിക്കാൻ നിൽക്കരുത് പ്ലീസ്. അമ്മയുടെ ഓപ്പറേഷന് ചെലവാവുന്ന പൈസ മുഴുവൻ ഞാൻ നിനക്ക് തരാം. ഞാൻ പോവാ. ചേട്ടാ, ബസ് സ്റ്റാൻഡാണ് ബെഡ്, ബ്രെഡാണ് ഫുഡ് എന്നാലോചിച്ച് ജീവിച്ചെനിക്ക് റോയൽ ഫുഡും ലക്ഷറി ബെഡും തന്നല്ലോ. അതൊക്കെ ചെയ്തിട്ടും എന്റെ കൺമുമ്പിൽ വെച്ച് നിങ്ങളുടെ ലൈഫ് സ്പോയിലായി പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ, സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്തുവേണേലും പറഞ്ഞോ, ബട്ട് ഐ ലവ് സത്യ. ചേട്ടന് ശരിക്കും ഭ്രാന്താ, മുഴുവട്ടാണ്. സത്യമായിട്ടും പറയാ. പ്രേമിക്കേണ്ടത് മനസ്സുകൊണ്ടല്ല ചേട്ടാ, തലച്ചോറ് കൊണ്ടാ. ശരിക്കും ആലോചിച്ച് എന്ത് പറഞ്ഞാലും ശരി, ഞാൻ സത്യയെ മാത്രമേ കല്യാണം കഴിക്കൂ. എന്റെ പൊന്നി ചേട്ടാ, ചേട്ടന് പണി കിട്ടുന്നു പറഞ്ഞാലും പിന്നെയും അതിന്റെ അടുത്തേക്ക് തന്നെ പോവാൻ നിൽക്കാനുള്ള ചേട്ടൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല. നീ ഒരുപാട് ഓവർ ആവുന്നുണ്ടേ. ശരി, സോറി ചേട്ടാ. ഗുഡ് നൈറ്റ്. പൊന്നല്ല. സാറേ സാറേ, ആ ഐറ്റം രാജ വന്നിട്ടുണ്ട്. ഐറ്റം രാജയോ? അതാരടാ? സാർ ഇവിടുത്തെ പുതിയ ആളല്ലേ, അവനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ. ആറ്റം ബോംബിന്ന് വരെ വേണേ രക്ഷപ്പെടാം. ഐറ്റം രാജയുടെ കയ്യിൽ നിന്ന് രക്ഷയില്ല സാറേ. ഇപ്പൊ നമ്മുടെ കടയിൽ വന്ന് അവനൊരു ഐറ്റം വാങ്ങിച്ചാ ആ ഐറ്റം കൊടുക്കണം, ആ ഐറ്റത്തിന്റെ പൈസ അവന് കൊടുക്കണം. ഞാൻ കൊടുത്തില്ലെങ്കിലോ? ഇല്ലെങ്കിൽ അധികം വയ്യാതെ എന്നെ പോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങാം. ഐറ്റംസ് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും സാറിനെങ്കിലും ഞങ്ങൾ രക്ഷിക്കണ്ടേ? നീ എങ്ങനെയാ എന്നെ രക്ഷിക്കുന്നേ? ബോസ് ആരടാ? അണ്ണൻ തന്നെ അണ്ണ. നിനക്കെന്താ വേണ്ടത്? ഒരു ഫ്രിഡ്ജും ഒരു ടിവിയും വേണോ അണ്ണ? അത് മാത്രം മതി ചേട്ടാ. ഇതിൽ എഴുതിയേക്കുന്ന റേറ്റ് ഉണ്ടോ? കൊള്ളാലോ. 1 രൂപയ്ക്ക് ടിവിയാ, 3 രൂപയ്ക്ക് ഫ്രിഡ്ജാ.
നമസ്കാരം സാർ. ഓഫർ സെയിൽ 99% ഡിസ്കൗണ്ട് ഉണ്ട്. ഓഫർ അല്ലേ സേട്ടെ? 10 ടി വി 2 ലക്ഷം. 10 വാഷിംഗ് മെഷീൻ എടുത്തു. 5 ലക്ഷം. 10 ഫ്രിഡ്ജും കൂടെ. 10 ലക്ഷം. എല്ലാം പാക്ക് ചെയ്ത്. അല്ല സേട്ടെ, ബില്ല് എത്രയാന്ന് പറഞ്ഞില്ലല്ലോ. 50 രൂപ ചേട്ടാ. എത്രയാ? 50 രൂപ. ഓക്കെ. ഇത് വെച്ചോ. ഐറ്റം രാജയ്ക്ക് ഓഫർ തന്നവര് ഐറ്റം രാജയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോയ ചരിത്രമേ ഇല്ല. നമസ്കാരം അമ്മ. ഇരിക്കും മോനെ. അമ്മയ്ക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയതാ. അല്ല മോനെ ഏതാ? അമ്മയുടെ മോള് സത്യയുടെ ഫ്രണ്ടാണ് ഞാൻ. മോളോ? അതെ. എനിക്ക് മോനാ. മോനോ? ആരാ നിങ്ങള്? നിങ്ങളാരാ? എന്റെ പേര് സന്താനം. ആ കിടക്കുന്ന അമ്മയുടെ ഏക സന്താനമാണ് ഞാൻ. നോക്ക് സത്യ, പ്രേമത്തിന്റെ പേര് പറഞ്ഞ് ഒരാളെ പറ്റിക്കുന്നത് തെറ്റ് തന്നെയാ. പ്രേമിക്കുന്ന ആളെ പറ്റിക്കുന്നത് അതിനേക്കാളും വലിയ തെറ്റാ. എന്നെ ഇങ്ങനെ പറ്റിക്കുന്നതിന് താൻ. പറ്റിക്കപ്പെട്ടത് നിന്റെ തെറ്റാ. പറ്റിക്കാന്നുള്ളത് എന്റെ ജോലിയാ. ഈ പ്രേമം ഗെയിമൊന്നും എനിക്ക് സെറ്റാവില്ല. ഞാൻ എന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ അമ്മയുടെ മാല പോലും നിനക്ക് ഞാൻ ഊരി തന്നില്ലേടി. നിനക്കിപ്പോ ആ മാലയും മോതിരം പോരെ? ഞാൻ ആ മാർവാടി കടയിലാ പണയം വെച്ചിരിക്കുന്നത്. നാളെ തന്നെ എടുത്തുതരാം. സത്യ, ഞാനത് തിരിച്ചു തരാനല്ല പറഞ്ഞ്. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതാ ഞാൻ. കുശാൽ, എന്നെ സംബന്ധിച്ച് ഗാന്ധി പടന്ന് വെച്ച പൈസയും മോതിരം എന്ന് പറഞ്ഞ തങ്കോന്ന. ദയവേത് എന്റെ പുറകെ നടക്കുന്നൊന്ന് നിർത്തു. ഓട്ടോ ഇവിടെ. പ്ലീസ് സത്യ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. പ്ലീസ് സത്യ, സത്യ പ്ലീസ്. ദയവേതൊന്ന് പോ കുശാൽ, വെറുതെ ശല്യം ചെയ്യാതെ. സത്യ നിക്ക്. ശരി സത്യ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടോ നീ. എന്നെ പോലെ ഒരാളെ മിസ് ചെയ്തതിന് നീ ജീവിതകാലം മൊത്തം വിഷമിക്കും. ഓടി. ഇതെല്ലാം മഞ്ഞ. ചേച്ചി ഇന്നലെ എവിടെ പോയിരിക്കായിരുന്നു? ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി നാട്ടിൽ പോയിരിക്കായിരുന്നു. വീണ്ടും ഈ കിട്ടുണ്ടല്ലോ, ഇന്നലെ പിച്ച എടുക്കാൻ പോയി. എടാ, എത്ര തവണ ഞാൻ പറഞ്ഞു പിച്ചെടുക്കാൻ പോരുതെന്ന്? എന്റെ അച്ഛൻ പറഞ്ഞു വിട്ടത് ചേച്ചി. നിന്നെ കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് നീ പിച്ചെടുക്കുന്നത് കാണാൻ വേണ്ടിയല്ല, നന്നായി പഠിക്കാൻ വേണ്ടിട്ടാ. നിങ്ങളൊക്കെ വലിയ വലിയ ഡോക്ടറും എഞ്ചിനീയറും ഓഫീസേഴ്സും ഒക്കെ ആവണം. നിങ്ങളാരും എന്നെ പോലെ ആകാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ ചേച്ചി. ഞങ്ങൾ ഇനി ഒരിക്കലും പിച്ചെടുക്കാൻ പോവില്ല. ചേട്ടാ, എന്താ മോളെ? ഈ പണം കൈവച്ചോ. കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ എന്തായാലും ഉപകരിക്കും. ഓക്കെ? മോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന എന്തിനാ? ഇതിലിപ്പോ എന്താ ബുദ്ധിമുട്ട്? ഞാനും ഒരു അനാഥയല്ലേ? ഞാനും ഇവിടെ തന്നെയല്ലേ വളർന്നത്. എന്നെ പോലെ ആരും അനാഥരാകാൻ പാടില്ല. അവർക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ശ്രദ്ധിക്കണം ഏട്ടാ. ശരി മോളെ. നീ ഇതുവരെ പോയില്ലേ? കുശാൽ, ഞാനൊരു കാര്യം വീണ്ടും പറയാം. നമ്മൾ തമ്മിൽ ഒരിക്കലും സെറ്റാവില്ല. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴേ ഫിക്സ് ചെയ്തതാ, നിന്നെ ഞാൻ സ്വന്തമാക്കും.
ചേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. 10 കുട്ടികളെ കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കാന്ന് വെച്ചാൽ എന്താ നിസ്സാര കാര്യമാ? അവർക്കുള്ള ഡ്രസ്സ്, ഷൂവ്, ബെൽറ്റ്, ടൈ, പുസ്തകങ്ങൾ, അതിലെഴുതാനുള്ള പെൻസില്, മൂർച്ച വരുത്താനുള്ള ഷാർപ്പനർ, മായ്ക്കാനായിട്ട് റബ്ബർ. ഏറ്റവും കുറഞ്ഞത് ഒരാൾക്ക് 2000 രൂപ ചെലവായി നോക്ക്. ഒരു മാസം 20,000 ആയോ? 20,000? ആ അതിനിപ്പോ എന്താ ചെയ്യാ നമ്മള്? സിമ്പിൾ അല്ലേ ചേട്ടാ? ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ FD ഇട്. മാസം 2% പലിശ കിട്ടിയാ മാസം 20,000 രൂപ കിട്ടില്ലേ? 10 lakhs. ഇത്ര എമൗണ്ട് ഈ ചെറിയ സമയത്തിനുള്ള എങ്ങനെ കിട്ടുന്ന? ഇൻസ്റ്റന്റ് ആയിട്ട് കാശ് വേണമെങ്കിൽ അതിനും ചില വഴികളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാ റേസിൽ ഇറങ്ങി കളിക്കണം. നല്ല കുതിരയെ നോക്കി പന്തയം വെച്ചാ ആ കുതിര തന്നെ നമ്മൾ ജയിപ്പിക്കുന്നേ. ഇനിയിപ്പോ വേണമെങ്കിൽ ചീട്ടും കളിക്കാം. അതിൽ നമുക്ക് വരുന്ന 3 കാർഡ് നമുക്ക് അനുകൂലമായി തന്നെ വരണം. അതെ, ഈ സംസാരം നിർത്ത്. എന്നിട്ട് നീ കാര്യം പറ. പേര് ലവകുമാർ. കണ്ടുപിടിച്ചു കൊടുത്താൽ 25 ലക്ഷം. സപ്പോസ് ഒരു പക്ഷേ ഈ കാണാതായെന്ന് പറയുന്ന ചെറുക്കം പോലും കറക്റ്റ് നമ്മുടെ കയ്യിൽ വരും. അതിന് ഭാഗ്യം നമ്മുടെ കൂടെ തന്നെ വേണം. അതെങ്ങനെയാണോ? അത് തന്നെ ചേട്ടാ, അത് തന്നെ. എന്താടാ എല്ലാവരുടെയും മോന്ത കടുന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ? കാര്യം എന്താന്ന് പറ. ചേട്ടൻ മദ്യം എടുത്ത് തന്നാലും ഞങ്ങൾ അടിക്കില്ല. എന്താടാ വീട്ടിൽ ഐറ്റംസ് ഒന്നും ഇല്ലാണ്ടായ? ഐറ്റംസ് ഇല്ലാതിരിക്കുന്ന എങ്ങനെയാ? ഐറ്റംസ് ഒക്കെ കുറെ ഉണ്ട്. എന്താടാ കയ്യിൽ കാശില്ലാത്തോണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് OLX-ലിട്ട് വിൽക്കണ. എന്റെ ഭാര്യ പറയാ ഈ സാധനങ്ങളൊന്നും ആവശ്യമില്ല, കയ്യിൽ കാശാ വേണ്ടത്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്തേലും ക്രൈം ചെയ്താലേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കില് കാശിന് വേണ്ടി ആരെങ്കിലും കൊന്നു കളഞ്ഞാലോ? വേണ്ടേട്ടാ, നമ്മള് ജയിലിൽ കയറിയ ഭാര്യയും പിള്ളേരും ഒക്കെ കഷ്ടപ്പെടില്ലേ? വേറെന്തേലും ഐഡിയ ആലോചിക്കേട്ടാ. അതേട്ടാ, അങ്ങനെയാണെങ്കിൽ ലാൻഡ് സെറ്റിൽമെന്റ് ചെയ്യാന്നേ. കാലിയായി കിടക്കുന്ന സ്ഥലമൊക്കെ നമ്മുടെ ആക്കാലോ. നോക്കിയേട്ടാ, ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഇവിടെയൊക്കെ കാലിയായി കിടക്കുന്ന സ്ഥലം എവിടെയുള്ളത്? ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ 10-20 പേര് അത് നോട്ടൗട്ട് വെച്ചിട്ടുണ്ടാവും. വേറെന്താ ചെയ്യേണ്ടത് പറ. കിഡ്നാപ്പ് ചെയ്തല്ലോ ഏട്ടാ. കിഡ്നാപ്പിംഗ്? അതെ ചേട്ടാ, നല്ല കാശുള്ള കുടുംബത്തിലെ പിള്ളേരെ നോക്കി കിഡ്നാപ്പ് ചെയ്യണം. എന്നിട്ട് പാരന്റ്സിനോട് പൈസ ഡിമാൻഡ് ചെയ്യാം. പോലീസിന്റെ അടുത്ത് പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്താം. സ്വന്തം കൊച്ചിനെ രക്ഷിക്കാൻ അവര് പൈസ തരുന്നേ. നമുക്ക് എല്ലാവർക്കും അങ്ങ് കാശുകാരാവാം. എല്ലാരും അതാ പറയണെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? ചായ കുടിക്കണ. പണത്തിന് ജീവിതത്തിൽ ഇത്രയും വിലയുണ്ടെന്നും പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വൈഫിനെ കിട്ടൂന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ചേട്ടാ, നമ്മൾ ഈ പ്രോബ്ലംസ് തന്നെ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടെന്നാലേ അതുകൊണ്ട് ഒരു ഗുണമില്ല. അത് മാറ്റാനുള്ള വഴിയാണ് നോക്കണ്ടേ. അങ്ങനെ ഒരു വഴി നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ചേട്ടാ, പേപ്പറിൽ കണ്ട പയ്യൻ ദേ നിൽക്കുന്നു. കൊണ്ടുപോയി കൊടുത്ത 25 ലക്ഷം ചേട്ടാ. 25 ലക്ഷം കണ്ണിന് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്താടാ? ആണ് വാ ശരി. എവിടെ? ഈ സമയം ശരിയല്ലെങ്കിലേ ഒന്നും നടക്കത്തില്ല. വാ നടക്കാം. അണ്ണാ, ആ പയ്യൻ കാറിൽ ഒന്ന് ഇറങ്ങിയിട്ടില്ലേ? അവന്റെ റേഞ്ച് എന്തുമാത്രം ഉണ്ടാവും? അവനെ നമ്മൾ തട്ടിക്കൊണ്ട് പോയാലേ 20 ലക്ഷം രൂപ ഉറപ്പായിട്ടും കിട്ടും നമുക്ക്. 20 ലക്ഷം അല്ലടാ, 50 ലക്ഷം നമുക്ക് ഡിമാൻഡ് ചെയ്യാം. ഡാ, ആ സ്മോക്ക് ബോംബ് എടുത്തോണ്ട് പോ. ആ പയ്യൻ എന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീയൊക്കെ അവിടെ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കടാ? സമയങ്ങളെ തീർക്കടാ. ശരിയാണോ? വൃത്തികെട്ടവനെ. നല്ല കൂതരായിട്ടുണ്ട്. ചേട്ടാ, അങ്ങോട്ട് നോക്കി. കഴിഞ്ഞ തവണ മിസ്സായിപ്പോയി. പക്ഷെ പെട്ടെന്ന് പോയി പിടിച്ചാ അവൻ പേടിക്കും. സൈലന്റ് ആയിട്ട് ചെന്ന് നൈസായിട്ട് എടുത്തിട്ട് പോവാം. ഇത്തവണ മിസ്സാവരുത്.
അകത്തെടുതി വാ. എറിയ. മാമ ഈ കുട്ടി ഏതാ? ഈ പയ്യനെ കാണാണ്ടായതാ. ഇവന്റെ അമ്മയുടെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. കൊണ്ടു കൊടുത്താലേ 25 ലക്ഷം രൂപ റിവാർഡ് തരാന്ന് പേപ്പറിൽ കൊടുത്തിരുന്നേ. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം തീർന്നില്ലേ? ഇതൊക്കെ കാശിന് വേണ്ടിയാ ചെയ്യുന്നെങ്കിലും ഈ കുട്ടി അവന്റെ അച്ഛനും അമ്മേനെ ഏൽപ്പിച്ചു കഴിഞ്ഞാ അത് വലിയൊരു പുണ്യം തന്നെയാ മാമ. വെൽക്കം ടു സാക്ഷി ന്യൂസ്. പ്രധാന വ്യവസായി പ്രമുഖൻ സുരേഷ് ഗ്രൂപ്പ് ഓഫ് കമ്പനി MD പ്രസാദിന്റെ മകൻ അരമണിക്കൂർ മുമ്പ് MG നഗറിലെ തുണിക്കടയിൽ നിന്നും കാണാതായി. കുട്ടിയുടെ പേഴ്സണൽ ബോഡി ഗാർഡ്സ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വഴിക്ക് കുട്ടിയുടെ നിർബന്ധപ്രകാരം MG നഗറിലുള്ള ഈ തുണിക്കടയിലേക്ക് കയറുകയായിരുന്നു. അവിടെ വന്ന കിഡ്നാപ്പേഴ്സ് സ്മോക്ക് ബോംബ് എറിഞ്ഞ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. കുട്ടിയെ സംരക്ഷിക്കുന്നതിനിടയിൽ ബോഡി ഗാർഡ്സിൽ ഒരാൾ വെടിയേറ്റ് തൽക്ഷണം തന്നെ മരിച്ചു വീഴുകയായിരുന്നു. ഇതിനു മുമ്പും ഇതേ പയ്യനെ തട്ടിക്കൊണ്ടുപോയി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും ഇതിനു പിന്നിൽ ആരെന്ന് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. മാമ, നിങ്ങൾക്ക് പഴയ ഏതോ പത്രം കിട്ടിയെന്ന് തോന്നുന്നു. ഈ കുട്ടി ഓൾറെഡി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയതാ. തിരിച്ചു കിട്ടിയെന്നോ? ആ കുട്ടിയെ വീണ്ടും കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങളാ. കിഡ്നാപ്പ് ചെയ്ത് ഞങ്ങളാ? അരുത് അരുത്, എന്നെ ഒന്നും ചെയ്യില്ല പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. എടാ രംഗ, എല്ലാരെയും അണ്ണന്റെ അടുത്തേക്ക് എത്തിച്ചത് ഞാനാടാ. ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. പറ്റിപ്പോയണ്ണ, ഒന്നും ചെയ്യരുത് അണ്ണ. അണ്ണ, ഞാൻ എന്നത് കാല് പിടിക്കാം. ഒന്നും ചെയ്യില്ല അണ്ണ, എന്നെ കൊല്ലരുത്. ഞാൻ എന്റെ അമ്മയും വിശ്വസിച്ചില്ല, എന്റെ അച്ഛനെയും വിശ്വസിച്ചില്ല. പക്ഷെ നിന്നെ വിശ്വസിച്ചടാ. നീ എന്നെ വേണ്ടടാ. എന്റെ കമ്മിറ്റ്മെന്റിൽ എനിക്ക് നഷ്ടം വന്നാ ഞാനത് ക്ഷമിക്കും. പക്ഷേ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ, ബലി കൊടുക്കൂടാ നിന്നെ.
ഇപ്പോഴും കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. കുട്ടിയുടെ അമ്മ ഇപ്പോൾ ലൈവിലുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എന്റെ മോൻ എവിടെയുണ്ടെന്ന് മാത്രം പറയൂ. നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. എല്ലാവരുടെ മുമ്പിൽ ഞാൻ കൈകൂപ്പി യാചിക്കുക. എന്റെ മോനെ കാണിച്ചതാ. അതിനു പകരം നിങ്ങൾക്ക് എന്ത് തരാനും ഞാൻ തയ്യാറാ. ദേവി ഇതൊരു അമ്മയുടെ വിഷമം മനസ്സിലാക്ക്. എന്റെ മോനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചതാ. ഈ തിരോധാനത്തിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞാൻ വെട്ടി പീസാക്കും. ആ കിഡ്നാപ്പ് ചെയ്തവനെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലേ അവന്റെ കോരവള്ളി കണ്ടിച്ചെടുക്കും ഞാൻ. ആ കൊച്ചിനെ എടുത്തുകൊണ്ടവന്മാരൊക്കെ കൈ കിട്ടാൻ ചവിട്ടി അരയ്ക്കണം. ഈ അതെ, സംഭവത്തിൽ ആ TV ഒന്ന് ഓഫ് ജനങ്ങളുടെ ചെയ്തേ. പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു വാർത്തയിൽ എന്തെങ്കിലും പറഞ്ഞാൽ നാട്ടുകാർ തോന്നിയ പോലെ പറഞ്ഞോളൂ. ചേട്ടാ, ഇതെവിടെ പോവാ? പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കൊച്ചിനെ കൊണ്ടു കൊടുക്കാൻ. വേണ്ട ചേട്ടാ. എടാ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇമോഷണൽ വെറുതെ റോങ് ഡിസിഷൻ എടുക്കല്ലേ ചേട്ടാ, പ്ലീസ്. ഈ പോലീസ് സ്റ്റേഷൻ, അറസ്റ്റ്, കിഡ്നാപ്പ് അതൊന്നും വേണ്ട നമുക്ക്. ചേട്ടാ, എന്നെക്കാളും പൈസ ആവശ്യം കൂടുതൽ ചേട്ടനല്ലേ? മാമ, ലാസ്റ്റ് ടൈം കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ആരോ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ആ ആളെ ഒരു ദയയും കൂടാതെ കൊന്നുകളഞ്ഞു. ഞാൻ വാർത്തയിൽ കണ്ടതാ. ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. അയ്യോ, അച്ഛൻ വിളിക്കുന്നുണ്ട്. ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കേ. ഹലോ. ആ മോളെ സുബ്ബു, ബോംബെയിലൊക്കെ കുറെ നോക്കി. അവൻ ഇവിടെയെങ്കിലും ഇല്ലെന്നേ. ഞാൻ തിരിച്ച് നാളെ ഹൈദരാബാദിലേക്ക് വരും. അച്ഛാ, മാമൻ എന്നെ ഗോവയിൽ നിന്ന് കോൾ ചെയ്ത് സംസാരിച്ചു. അവൻ അവിടെ എന്താണാവോ പണി? അവിടെ ഒരു പെണ്ണിനെ കീപ്പായിട്ട് വെച്ചിരിക്കുക. ഗോവയില് പ്രേമോ? ആ നമ്പർ ഇങ്ങ് പറഞ്ഞേ. പബ്ലിക് ഫോണിൽ നിന്നാ എന്നെ വിളിച്ചത് അച്ഛാ. കോൾ ബാക്ക് ചെയ്തിട്ട് കോള് പോകുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ ഗോവയ്ക്ക് പോയി അവനെ കൊണ്ട് വരാം. ഞാൻ വരുന്നവരെ മോള് സമാധാനമായിട്ടിരിക്കെ. ആ ശരി അച്ഛാ. ഓ എന്റെ പൊന്നെ. ഗോവ എന്ന് പറഞ്ഞാലേ അവിടെയുള്ള പെമ്പിളർ എന്നൊക്കെ പറഞ്ഞാ വേറെ ലെവലാടാ. അദ്ദേഹത്തിന്റെ മരുമകന്റെ കൃപ കൊണ്ട് നമ്മളിപ്പോ ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുവല്ലേ. അവിടെ എല്ലാരും കൂടെ കൂടി എന്ത് പ്ലാൻ ചെയ്യടാ? ഒന്നുമില്ല സാറേ, സാറിന്റെ മരുമോന് വേണ്ടിയിട്ടുള്ള പ്ലാൻ നടക്കും. നിന്റെയൊക്കെ പ്ലാനിങ് എടുത്തിട്ട് വണ്ടി കയറാൻ നോക്കടാ. അങ്കിൾ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ മോന്റെ ഫ്രണ്ട്സ് അല്ലേ? അങ്കിൾ, എന്നെ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്ക്. അവരുടെ അടുത്തേക്ക് തന്നെ പോകുന്നേ. പക്ഷെ അവിടെ എത്തുന്നത് വരെ മോൻ നല്ല മിടുക്കനായിട്ട് ഇവിടെ ഇരിക്കണം. ഓക്കെ അങ്കിൾ. ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അങ്കിൾ. താങ്ക് യു അങ്കിൾ. താങ്ക് യു ആന്റി. ഇത് സാറേ, ഇതെടുത്ത് കുടിക്കാം. അമ്മ എങ്ങനെ വിളിച്ചിരുന്നു? ഇല്ല സാറേ, കാലത്ത് മുതൽ കരച്ചിൽ നിർത്തിയിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. നിഷ, ഇന്നലെയും കൂടെ ആ കമ്മീഷണർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചല്ലേ? പോലീസ്, പ്രസ്, മീഡിയ എല്ലാവരും നമ്മുടെ മോന്റെ പിന്നാലെ തന്നെ ഇല്ലേ? പ്ലീസ്, നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? എന്തെങ്കിലും എടുത്ത് കഴിക്കേ. എനിക്കിപ്പോ വിശക്കുന്നില്ല. ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ പ്ലീസ്. ഞാൻ നിഷ, ഒറ്റയ്ക്ക് ഞാൻ പറയുന്നത് ഇരുന്നോട്ടെ കേക്ക്. പ്ലീസ്. ലീവ് മീ അലോൺ. വാ ഇരിക്കെ. മോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോടാ? ഇല്ല അങ്കിൾ, പ്രസിനെ അറിയിച്ചു, കംപ്ലൈന്റും കൊടുത്തു. ഇതുവരെ ഒരു വിവരവുമില്ല. അങ്കിൾ, നമുക്ക് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ജീവിതത്തിൽ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആരെയും ദ്രോഹിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ശത്രുക്കളൊക്കെ എങ്ങനെ ഉണ്ടാവാനാ? മോൻ എവിടെയാ, എങ്ങനെയാ, എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പോലും അറിയില്ല. അവന്റെ കെട്ടയച്ചു വിടറാ.
ചേട്ടാ എനിക്ക് അറിയാതെ പറ്റിയൊരു തെറ്റാ ചേട്ടാ. ചേട്ടൻ എന്നെ കൊല്ലല്ലേ, എന്നോട് ക്ഷമിക്കണം ചേട്ടാ. ഞാൻ ചേട്ടന്റെ അനിയനെ പോലല്ലേ ചേട്ടാ. ചേട്ടാ പ്ലീസ്. നീ എന്റെ അനിയനെ പോലെ ഒന്നും അല്ലടാ, അനിയൻ തന്നെയാ. അത് പോട്രാ, നീ എന്തിനാടാ അങ്ങനെയൊക്കെ ചെയ്തത്? അവന്റെ അവസ്ഥ നീയും കണ്ടതല്ലേ. 10 വർഷം എന്റെ കൂടെ നിന്നിട്ട് 10 ലക്ഷം രൂപ അവന്മാർ ഓഫർ ചെയ്തപ്പോ എന്നെ പിടിച്ചു കൊടുക്കാവുന്ന അവന്മാർക്ക് വാക്ക് കൊടുത്തവനവൻ. അതുകൊണ്ട് അവൻ എന്റെ കൈ കൊണ്ട് ചത്തത്. ഇത്തവണ ഞാൻ ആ കൊച്ചിനെ കൊന്നേ വരൂ ചേട്ടാ, എന്നെ വിശ്വസിക്കേട്ടാ. ശരിയടാ, പോയി ചെയ്തിട്ട് വാടാ. പോ. ശരി ചേട്ടാ. ഇത്തവണയും ആ ചെറുക്കൻ രക്ഷപ്പെട്ടാലുണ്ടല്ലോ, ഒരുത്തനും ജീവനോടെ വിടില്ല. പോടാ. ഇത്തവണ നിന്നെ കൊല്ലാതെ വിടില്ലടാ. എന്താണ് അവിടെ പരിപാടി? സുദിയാസിന്റെയും ഡിംപിൾ കബാഡിയുടെ ഒക്കെ ഫോട്ടോ ഭയങ്കര സെക്സി ആണെന്നാ. അതൊന്നും കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? ഭയങ്കര മൂഡ് വരാ. നോക്കേണ്ടത് മുന്നിലല്ലടാ, പിന്നിലാ. ഇരിക്കവിടെ. എന്റെ പിന്നിൽ നോക്കാനല്ല പറഞ്ഞേ, നോക്കേണ്ടത് പേപ്പറിന്റെ ഫ്രണ്ട് പേജ്. അന്ന് ആ ഷോപ്പിംഗ് മാളിൽ കണ്ട പയ്യനെ കാണാതായി. കണ്ടുപിടിക്കുന്നവർക്ക് 25 ലക്ഷം കിട്ടും, ഡിമാൻഡ് ചെയ്താൽ 1 കോടി രൂപ കിട്ടും. സോ ഇന്ന് മുതൽ ആ പയ്യനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ചേട്ടാ ഒരു ഐഡിയ. ഈ ചെറുക്കനെ കണ്ടുപിടിച്ച 15 ലക്ഷം തരാന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതേ ചെറുക്കനെ കണ്ടുപിടിച്ച 50 ലക്ഷം തരാന്ന് നമുക്ക് ന്യൂസ് ഇടാം. അങ്ങനെയാണെങ്കിൽ ഇവനെ കിട്ടുന്നവര് നമ്മുടെ കയ്യിലേ കൊണ്ടുത്തരൂ. അപ്പൊ നമ്മൾ 1 കോടി ഡിമാൻഡ് ചെയ്യും, 50 ലക്ഷം അവൻ എടുത്തിട്ട് 50 ലക്ഷം നമ്മൾ എടുക്കും. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? കയ്യിൽ എത്ര രൂപ കാശായിട്ടുണ്ടോ? കാറ് വാങ്ങാനായിട്ട്. അതിന് ക്യാഷ് എന്തിനാ ചേട്ടാ? കാറ് വിലക്ക് വാങ്ങണ്ടാ. കാർ വാങ്ങാൻ നമുക്ക് എന്തിനാണ് ക്യാഷ്? നമുക്കെല്ലാം ഫ്രീ അല്ലേ. നമ്മുടെ ബിസിനസ് ഒക്കെ മാറ്റി ഞാൻ. നോ ക്യാഷ് ബാക്ക് ഓഫർ, ഓൺലി പേ ഇൻ ക്യാഷ്. ചേട്ടാ ഒരു ക്വാർട്ടർ മേടിക്കാനാ ചേട്ടാ, എന്തെങ്കിലും തരണേ. നീ ബഹളം വെക്കാതടാ, ഇപ്പഴല്ലേ നിന്റെ ചേട്ടൻ വന്ന് കയറിയത്. പറയട്ടോ ചേട്ടൻ എന്താ കഴിക്കെടുക്കണ്ടേ? കൂൾ ഡ്രിങ്ക്സ് വേണോ, ഹോട്ട് ഡ്രിങ്ക്സ് വേണോ? ഇവിടെ കാറുകൾ കിടക്കുന്നുണ്ടല്ലേ? ഈ കിടക്കുന്നൊക്കെ സെക്കൻഡ് ഹാൻഡ് ചേട്ടാ. ഞാൻ പിന്നെന്താ ഫസ്റ്റ് ഹാൻഡാ? ചേട്ടന്റെ റേഞ്ചിന് പുതിയതൊക്കെ അല്ലേ പറ്റുള്ളൂ. നമ്മളെ പറ്റി വലിയ കാര്യമായിട്ട് അറിയാത്തോണ്ടാ ഇങ്ങനെ പറയുന്നത്. അത് ശരി ആശാനെ, ഇതിനെന്താ വില? ഇയാളുടെ റേറ്റ് പറഞ്ഞ ഈ സാധനം കൊടുക്കണം, പോരാത്തിന് പൈസയും കൊടുക്കണം. ഫ്രീ ആയിട്ടാ, ഫ്രീയാ. ചേടാ, ജീവിതത്തിൽ ആദ്യമായിട്ട് കാശ് കൊടുത്തൊരു സാധനം വാങ്ങിക്കാന്ന് കരുതിയതാ, അപ്പൊ അതും ഫ്രീ ആണെന്ന് പറഞ്ഞാ എങ്ങനെയാ? ചേട്ടാ ക്വാർട്ടർ മേടിക്കാനാ ചേട്ടാ, വല്ലതും താ ചേട്ടാ. അയാളോട് ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ട് വേടാ. അണ്ണാ ഇവന്റെ കാറ്റ് പോയി. എന്നാ കാശും കിട്. എന്തോ എന്തോ ദാനം ചെയ്താലും പ്രശ്നം, ദാനം ചെയ്തില്ലേലും പ്രശ്നം. എടോ, താൻ അയാളെ ഒന്ന് അടക്കം ചെയ്തേര്. താൻ തന്ന ഫ്രീ ഗിഫ്റ്റിന് ഞാൻ തരുന്ന ഫ്രീ ഗിഫ്റ്റ് ഇതാ. തൊണ്ടയിൽ കിച്ച് കിച്ച്, മോഷൻസിൽ കുച്ചു കുച്ച്, ശരീരം മുഴുവൻ ഓരോരോ പ്രശ്നങ്ങളാണെന്നേ. ഇനി നിങ്ങൾ പറഞ്ഞു. എന്റെ കൊച്ചുമോന്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ. ഞങ്ങളത് ഇവിടെ വെറുതെ കുത്തിയിരിക്കണോ? കിട്ടിയ ഉടനെ വിവരം അറിയിക്കും. പ്ലീസ് എന്റെ മോനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചതാ. ഇത് നോക്ക് മാഡം, എത്രയും വേഗം മാഡത്തിന് കുഞ്ഞിനെ കണ്ടുപിടിക്കേണ്ട എന്റെ ഉത്തരവാദിത്ത. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ടിവിയിലും പത്രത്തിലും ഒക്കെ ഒരു പരസ്യം കൊടുക്ക്. ഞങ്ങൾ എപ്പോഴേ കൊടുത്താ സാർ? 15 ലക്ഷം രൂപ റിവാർഡും പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് കണ്ടുപിടിച്ച 15 ലക്ഷം, അതേ സ്ഥാനത്ത് പോലീസ് കണ്ടുപിടിച്ച ഒരു കുന്തവും ഇല്ല. ശരി ശരി, ഉടനെ തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇൻഫോം ചെയ്യാം സാർ. ചേട്ടാ, ഒരു ചെറിയ പയ്യനെ പിടിച്ചുകൊണ്ട് വന്നു. കുറെ കാശ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ വിധി എന്താന്ന് നോക്കിയേ, അത് അവസാനം കിഡ്നാപ്പായി മാറി. ആ ചേട്ടൻ ഇങ്ങനെ ഡെസ്പാവല്ലേ? വേണമെന്നുണ്ടെങ്കിലേ നമുക്ക് ആ പയ്യനെ നേരെ കൊണ്ടുപോയി അവന്റെ വീട്ടിൽ നിർത്തിയിട്ട് വരാം. അവർ തരുന്ന പൈസ വെച്ചിട്ട് നമുക്ക് 2-3 കാറും വീടൊക്കെ ആയിട്ട് അങ്ങ് സെറ്റിൽ ആവാന്നേ. എന്റെ പൊന്നിയായിട്ട് എനിക്ക് ടെൻഷനും താങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ തന്നെ വേറെയുണ്ട്. നിനക്കതിന് എന്ത് പ്രോബ്ലംസ് ഉള്ളത്? എന്താ? ഞാനെന്താ മനുഷ്യനല്ലേ? എനിക്ക് പ്രോബ്ലംസ് ഉണ്ടാവാൻ പാടില്ലേ? നിന്റെ പ്രോബ്ലംസ് എന്താന്ന്? എനിക്കൊരു പെണ്ണിന് ഭയങ്കര ഇഷ്ടാ. എന്താ പറഞ്ഞ? നിനക്കൊരു പെൺകുച്ചിനോട് പ്രേമോ? ആ ചേട്ടാ, അങ്ങനെ ഒരു ഡോക്ക്. എന്റെ മനസ്സ് നൊന്നു പോയി ചേട്ടാ. എന്റെ മനസ്സിൽ അവളോട് ആത്മാർത്ഥ പ്രണയാ. ശരി, സമ്മതിച്ചു. ആ പെങ്കൊച്ചേതാന്ന് പറ.
ചേട്ടൻ അറിയുന്ന പെങ്കൊച്ചു തന്നെയാ? ഓ, അന്നാ പാർക്കിൽ വെച്ച് കണ്ട അതൊന്നല്ല, ചേട്ടന് പോയി. പിന്നെ ആരാ? അത് പിന്നെ സുബലക്ഷ്മി ചേട്ടാ. ചേട്ടാ അങ്ങനെ നോക്കരുത്, എനിക്ക് ശരിക്കും അവൾ ഇഷ്ടമാന്നേ. നോക്കുമോനെ, സുബലക്ഷ്മിയെ ഞാൻ അവളുടെ ചെറുപ്പം മുതലേ കാണുന്നതാ. നല്ല അടക്കം ഒതുക്കുള്ള ഒരു പാവം കൊച്ചവള്. നിന്നെപ്പോലുള്ളൊരു പോക്കരിക്കുന്ന അവള് സെറ്റാവത്തില്ല. എന്നെ പോലുള്ള പോക്കരികൾക്കൊക്കെ അതുപോലെയുള്ള പാവങ്ങളെ സെറ്റാവുള്ളൂ. അതേപോലെ ഇങ്ങനെ ഒരു പാവം കുട്ടിക്ക് എന്നെ പോലൊരു പോക്കരിയെ ശരി, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാമല്ലോ. ചേട്ടാ, ഞാൻ സുബലക്ഷ്മി പൂ പോലെ നോക്കിക്കോളാം. അതെങ്ങനെയാടാ? അത് ആ പയ്യന്റെ അപ്പം നമുക്ക് പൈസ തരുമെന്ന് ഉറപ്പല്ലേ? അത് കിട്ടിയാ പിന്നെ എന്റെ ജീവിതം സെറ്റില്ലല്ലേടാ. എന്ത് പറ്റിയേട്ടാ? ഇനി നീ എന്താന്ന് വെച്ചാ ചെയ്തു. ചേട്ടാ, ഹായ്. ഇവിടെ നോക്കലവാ, നീയും എന്റെ മാമനും കാണാൻ ഒരുപോലെ തന്നെയുള്ളേ. എന്റെ മാമനെ നീ ചേട്ടാ എന്നാ വിളിക്കുന്നെ. മാമന്റെ കൂടെ തന്നെ നിന്ന് എന്ത് പ്രശ്നം വന്നാലും വിട്ടിട്ട് പോവാതെ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക. നീ ഉരുപ്പിടിക്കാത്ത ഒരുത്തനാണെങ്കിലും നല്ലൊരു മനസ്സുണ്ട്. സുബലക്ഷ്മി, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പറയേണ്ട കാര്യം മാത്രം നീ പറഞ്ഞില്ലല്ലോ. ഞാനൊരു നാട്ടിൻപുറത്തുകാരിയാ. എനിക്ക് കുറച്ചധികം നാണമൊക്കെ ഉണ്ട്. അത് പിന്നെ എനിക്കില്ല. ഐ ലവ് യു. ഒരു ചായ കേട്ടാ. പിന്നെ ചേട്ടാ, ആ കൊച്ചിനെ കുറിച്ച് വല്ലതും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഒരു പ്രയോജനവും. ആ പയ്യനുള്ള സ്ഥലം അറിഞ്ഞാ ഞാൻ തന്നെ നേരിട്ടൊന്ന് പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ പിടിച്ചു കൊടുത്താ അവനെ കൊന്ന പോലെ എന്നെയും കൊന്നു കളഞ്ഞാലോ? എന്തു പറയാനാ, ഇവന്മാരൊക്കെ ആരാന്നും അറിയില്ല, എന്തിനാ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തെന്നും അറിയില്ല. ആ കൊച്ചു കാണാതായ ശേഷം അവന്റെ അമ്മ അത് തന്നെ ആലോചിച്ച് പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല.
എന്നാലും ഭഗവാൻ അവർക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് കൊടുത്തല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ആ പയ്യൻ എവിടെ ഉള്ളതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഭയ്യ ബോലോ. ഞാനിപ്പോ ആ കൊച്ചിന്റെ വീട്ടിൽ വന്ന് എൻക്വയറി ചെയ്തേ ഉള്ളൂ. നീ അവനെ കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോയ. അവരൊക്കെ ഭയങ്കര സോഫ്റ്റാ, നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അത് കളിക്ക് ചേട്ടാ. അപ്പൊ പൈസ കിട്ടുന്ന കാര്യം ഉറപ്പാണല്ലോ അല്ലേ? കൺഫേം. നീ ആ കൊച്ചിനെ പെട്ടെന്ന് റെഡിയാക്കി നിർത്ത്, ഞാനിപ്പോ തന്നെ വരാം. കുറച്ചു നേരം കഴിഞ്ഞാൽ ഞാൻ ലക്ഷപ്രഭു. പൈസ, മണി, തൊട്ട് മണി മണി. ഡാൻസ് സൂപ്പർ ആയിരുന്നു. എന്നെ കൊല്ലാൻ നോക്കിയാലുള്ള കുരിപ്പ് നിന്നെ. നീ കൊച്ചെറുക്കനായോണ്ട് തല്ലാനും പറ്റത്തില്ല മനുഷ്യൻ. ഓ എടാ മോനെ, മുത്തേ, ചക്കരെ, എടാ ഇങ്ങനെ കരയിലടാ. നീ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്തിനാടാ? എനിക്ക് ഐസ്ക്രീം വേണം. ഐസ്ക്രീമോ? ആ കുശാലെങ്കിലും വിളിച്ചിരുന്നു നിന്നെ കൊണ്ട് വേഗം ചെല്ലാൻ. എനിക്ക് ഇപ്പൊ തന്നെ ഐസ്ക്രീം വേണം, അല്ലെങ്കിൽ ഞാൻ കിടന്ന് കരയും. എന്റെ പൊന്നു മോനെ, കരയിലടാ നീ. ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിച്ചിട്ട് വരാം. നീ ആ സമയം വരെ കാർട്ടൂൺ കണ്ടിരിക്കട്ടാ. കുശാൽ, കുശാൽ. വെളിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. ഇനി ഇവിടെ ആരുമില്ലേ? വെളിന്ന് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അകത്ത് ടിവിയുടെ സൗണ്ട് കേൾക്കാലോ. ഈ പയ്യനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഇത് പേപ്പറിൽ കണ്ട ചെക്കനല്ലേ? ഇവനെ കൊണ്ടുവിട്ട എന്റെ പ്രശ്നങ്ങളൊക്കെ അതോടെ തീരും. ഹലോ ഹലോ ബി.പി. എന്താ മോളെ? ഒരു പയ്യനെ കണ്ടുപിടിച്ച 15 ലക്ഷം കിട്ടുമെന്ന് പത്രത്തിൽ കണ്ടായിരുന്നല്ലോ. അതെ, അതുള്ളത് തന്നെയാണോ? ആ അതുള്ളത് തന്നെ. നീ കൂട്ടിക്കൊണ്ടുവാ, ഞാൻ സെറ്റാക്കാം. അങ്ങനെ പറ. ഹലോ ഹലോ താങ്ക് യു സർ. നമസ്കാരം സാറേ. വാ വാ വാ, ഇരിക്കുന്നേ. നിങ്ങളുടെ കുഞ്ഞിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്റെ മോൻ എവിടെ സർ? ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ കോൺസ്റ്റബിളിന്റെ കൂടെ പറഞ്ഞു വെച്ചിരിക്കുക. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കിഡ്നാപ്പേഴ്സ് അവര് രക്ഷപ്പെട്ടു. അവരെ കണ്ടുപിടിച്ച ഉടനെ ഫോൺ ചെയ്യാം. ഡാ, നിന്റെ മുഖം ഒന്ന് കാണിച്ചടാ. അയ്യോ, അതെന്റെ മരുമോനാണ് സാറേ. മരുമോനോ? അങ്ങനെയാണെങ്കിൽ അയാൾ എന്തിനെ കിഡ്നാപ്പ് ചെയ്തത്? അതിന് കിരൺ കിഡ്നാപ്പ് ഒന്നും ചെയ്തിട്ടില്ല. നിഷയുടെ കൂടെ ഒരു കുട്ടിയുണ്ട്, അവന്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. അവര് ടിൻസാണ്. ടിൻസോ? അതെ സാർ. എടോ, ആ സെല്ല് തുറന്നു വിട്ടെ. സോറി കിരൺ സാർ, ഈ ടിൻസ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതാ സാർ. സാർ, എന്താടോ നിലവിളിച്ചോണ്ട് ഓടി വരുന്നത്? ആ പയ്യൻ എവിടെ പോയി? ആ പയ്യനെ വീണ്ടും ആരോ കിഡ്നാപ്പ് ചെയ്തു. വേഗം എന്തെങ്കിലും ചെയ്യണം. നിങ്ങളുടെ ഈ നാടകങ്ങളി വേണ്ട. എടീ, നീ എന്റെ അടുത്ത് കഥ പറയാൻ നിൽക്കരുത്. മര്യാദക്ക് എന്റെ കൊച്ചിനെ എന്റെ കൂടെ വിട്ടേക്കണം. മോനെ, ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട. സംസാരിച്ച് വെറുതെ ഉള്ള വില കളയാൻ നിൽക്കേണ്ടതാൻ. കിരൺ, ഇമോഷണൽ ആവാതെ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ഏത് വീട്ടില്? എന്നെ വേണ്ടാന്ന് പറഞ്ഞ ആ വീട് വിട്ട് ഇറങ്ങിപ്പോയ അന്ന് മുതല് എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞതാ. ഇൻസ്പെക്ടർ, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താനപ്പ അറിയും. താനൊക്കെ എന്ത് പോലീസാണോ? പോയ കൊച്ചിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ ഉള്ള കൊച്ചിനെ കൂടി നഷ്ടപ്പെടുത്തി. ഞാൻ നടക്കുമോളെ. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന സംഘം എന്ന് സംശയിക്കുന്ന 2 ഗാങ്ങുകളെയാണ് ഇന്ന് പോലീസ് വേഗം ഇവിടുന്ന് പോണം. അവനെ വിശ്വസിച്ചിരുന്ന പണി ഏത് വഴിക്ക് വരുമെന്നറിയില്ല.
എന്തു പറ്റി? ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ആ ചെറുക്കനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാ. തിരിച്ചു വരുന്നതിന് മുമ്പേ അവൻ ഇവിടുന്ന് പോയി. അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് കൺഫേം. അവൻ എന്റെ പേര് പറയുന്നത് കൺഫേം. അവരെന്നെ എൻകൗണ്ടർ ചെയ്യുന്നതും കൺഫേം. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് ഈ പ്രായത്തിൽ ചാവണ്ട. ഇനി എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാൻ കിടക്കും. ഇവനെന്താ എവിടെ പോയി കണ്ടുപിടിച്ച്? പോലീസ് സ്റ്റേഷന്റെ അടുത്തുനിന്ന്. ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ടല്ലടാ പോയത്. പിന്നെ നീ എങ്ങനെ പുറത്തേക്ക് പോയത്? നിങ്ങളൊക്കെ ആരാ അങ്ങളെ? എന്നെ എന്തിനാ കൊണ്ടുവന്നേ? ഇപ്പൊ കിട്ടിയ പ്രധാന വാർത്ത. ബിസിനസ് മാഗ്നറ്റായ പ്രസാദ് റാവുവിന്റെ കൊച്ചുമകൻ ലവകുമാറിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകൾ പുറത്ത്. ലവകുമാറിന്റെ രൂപസാദൃശ്യമുള്ള മറ്റൊരു കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ഇന്നത്തെ ദിവസം തന്നെയാണ് ഈ കിഡ്നാപ്പ് നടന്നിരിക്കുന്നത്. അതും പോലീസുകാരുടെ ഒത്താശയോടുകൂടി. കടത്തിക്കൊണ്ടുപോയ ഒരു കുട്ടിയുടെ പേര് ലവകുമാർ, മറ്റൊരു കുട്ടിയുടെ പേര് കുശാൽ കുമാർ. കിഡ്നാപ്പ് ചെയ്യപ്പെട്ട 2 കുട്ടികളും ഇരട്ടകളാണ്. ഒരു കുട്ടി അച്ഛന്റെ കൂടെയും മറ്റൊരു കുട്ടി അമ്മയുടെ കൂടെയുമാണ് ജീവിച്ചിരുന്നത്. 2 കുട്ടികളും കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ ആ കുടുംബം വലിയ കണ്ണീരിലാണ്ടിരിക്കുകയാണ്. അയ്യോ, ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയത്. നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായ പയ്യൻ ലവകുമാർ, ഇവന്റെ പേര് കുശാൽ കുമാർ. എന്റെ ദൈവമേ, അത് മനസ്സിലാക്കാതെ നമ്മൾ 2 കിഡ്നാപ്പ് ചെയ്ത് കേട്ടാ. അല്ല അത് പോട്ടെ, മറ്റേ ചെറുക്കനത് എവിടെ പോയി? ഞാനൊരു പാട്ട് പാടും, അത് കേട്ട് നിങ്ങൾ തിരിച്ചു പാടണം. എടാ മോനെ, ഈ ഇരിക്കുന്ന ഒറ്റ ഒരുത്തനും ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. നീ എന്റെ അടുത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞോ, ഞാൻ മലയാളത്തിലെ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, മിന്നിത്തിളങ്ങുന്നു മിന്നിത്തിളങ്ങുന്നു കുഞ്ഞു നക്ഷത്രം. ഏറ്റു പറടാ. നക്ഷത്രം. ഹൗ ഐ വണ്ടർ വാട്ട് യു നിന്നെ ആർ. കാണുമ്പോ എനിക്ക് എന്തൊരു അത്ഭുതം തോന്നുന്നു. Up above the world so high. ഈ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ് നീ. Like a diamond in the sky. ആകാശത്തൊരു വജ്രം പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടാ, ചേട്ടന്റെ ട്രാൻസ്ലേഷൻ ഒരു രക്ഷയില്ല. ആ പിന്നെ ചേട്ടാ, ചേട്ടൻ ഈ ബാറ്റിംഗ് ഒക്കെ അറിയോ? ഗല്ലി ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഞാൻ. അയ്യോ, ഞാൻ പറഞ്ഞത് ആ ബാറ്റിംഗ് അല്ല ചേട്ടാ. ക്രിക്കറ്റിൽ പുതിയ ബാറ്റിംഗ് അവന്മാർ ഇറക്കിയ അതല്ല ഉദ്ദേശിച്ചേ. ഇതാ. എടാ, ഇതുവരെ എനിക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതിനിപ്പോ എന്താ ചേട്ടാ, ഇപ്പൊ അവസരം കിട്ടിയില്ലേ? സമ്മതിക്കുമായിരിക്കല്ലേ? ഓ, ഇങ്ങനെയുള്ള സമയത്ത് അവരുടെ അനുവാദം ഒന്നും ചോദിക്കരുത്. ബലാത്കാരമായി ചെയ്തേക്കണം. ചേട്ടാ, ഞാൻ ഈ ചെക്കനെ കൊണ്ട് പുറത്തു പോയി നിക്കാം. ചേട്ടൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. വേഗം തുടങ്ങിക്കാം. ഇവരെന്തിനാ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കാണിക്കുന്ന? ഫസ്റ്റ് ടൈം ആണോ? ഉണങ്ങിപ്പോയ കത്രിക്ക പോലെ ഉണ്ടല്ലോ. റേറ്റ് കൂടുതലാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു ഇത്രയും നാളും. ഇതുവരെ ഒരു പെങ്കൊച്ചിനെയും കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇതുവരെ ആരും കണ്ടിട്ടില്ലാന്നേ. എന്നെ ഇതുപോലെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുറെ കഷ്ടമുണ്ട് കേട്ടോ. അഴിച്ചു വിടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ആണല്ലേ? ഒന്ന് കോപ്പറേറ്റ് ചെയ്യട്ടോ. ഇവൾ ഇത്രയും സുന്ദരിയായിരുന്നല്ലേ? ഇപ്പൊ അഴിച്ചുവിടാവേ. എടാ, അകത്ത് ചേട്ടൻ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? എടാ, ചേട്ടൻ വലിയ ആളായടാ. ഇത് നിന്റെതല്ലേ? എന്ത് കഷ്ടം നോക്കി. ആഗ്രഹിച്ചു തോന്നുന്നു, കിട്ടിയത് വേറൊന്ന്. കുശാനേ, മേ ഹൂ ലവാ. നിന്റെ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് നീ എന്തുമാത്രം വലിയ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒട്ടും കരുതിയില്ല. പിന്നെ ഞങ്ങളതൊക്കെ വിചാരിച്ചിട്ടാണല്ലോ. വിധിയുടെ വിളയാട്ടം കൊണ്ട് ഇങ്ങനെ പലതും സംഭവിച്ചു. അതിന്റെ പേര് നമ്മൾ നന്നായിട്ട് കിട്ടിയിരിക്കുക. 2 2s are how much? 2 2s are how much എന്നാ? എടാ, 10ാം ക്ലാസ് പാസ്സാവാത്ത എന്നോട് ഈ വക സാധനങ്ങൾ വെച്ച് എങ്ങനെ പറയാനാ? അങ്കിൾ ഒരു മണ്ടനാ. ആണോ? അതൊക്കെ എനിക്ക് പണ്ടേ അറിയുന്ന കാര്യമാ. എന്റെ ദൈവമേ. അതെ,
എന്തിനാ പയ്യനെ ഇങ്ങനെ നോക്കുന്നേ? എന്റെ മോനാ. വലിയ ഓവർ ആക്ഷൻ ഒന്നും കാണിക്കണ്ട. ചെക്കന്റെ ഫോട്ടോ ഞാനും ടിവിയിലും പേപ്പറിലും ഒക്കെ കണ്ടതാ. അപ്പൊ അതും കണ്ടല്ലേ? ആവശ്യമില്ലാത്ത എല്ലാം കണ്ടുകൂടും. പക്ഷെ അതല്ല പ്രശ്നം. അത് പിന്നെ ആ ഐറ്റം രാജയുടെ അടുത്തുണ്ടായിരുന്ന കുട്ടിയില്ലേ, ആ കുട്ടി ഇവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഐറ്റം രാജ്? ഇനി അതേത് വൃത്തിയിട്ടവനാ? അവന്റെ കയ്യിൽ ഇതുപോലെ ഒരു കൊച്ചുണ്ടായിരുന്നു. അത് പിന്നെ കുശാൽ എനിക്ക് തന്ന ചെയിനും മോതിരവും എടുപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാ. തന്ന തലയിലെ കളിമണ്ണ് തെറിച്ചു പോകണേ. നീ കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നിന്നെ സഹായിക്കാൻ മിസ്സിംഗ് ആയി പോയൊരു ചെറുക്കൻ എടുത്തിട്ട് വന്നപ്പോ അതൊരു കിഡ്നാപ്പായി. അവനാന്ന് കരുതി വേറൊരുത്തനെ കൊണ്ടുവന്നപ്പോ അത് രണ്ടാമത്തെ കിഡ്നാപ്പായി. ഒന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങൾ അറിയാതെ നീ 2 കിഡ്നാപ്പ് നടത്തിയിരിക്കുന്നത്. ആ പയ്യനെ നീ തട്ടിക്കൊണ്ടു പോയിട്ടും അവൻ നിന്നെപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ജീവിതകാലം മൊത്തം ഓരോ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നാലും അവൻ നിന്നെ സ്നേഹിക്കും, ഉറപ്പാ. ഈ ഒരു തലമുറയ്ക്കും അടുത്തൊരു തലമുറയ്ക്കും വെറുതെ ഇരുന്ന് കഴിക്കാനും മാത്രം എന്റെ മാമൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്റെ മാമൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. എന്റെ മാമന് നീ എന്ന് വെച്ച ജീവന. കുശാൽ, ഞാൻ നിന്റെ സ്നേഹം മനസ്സിലാക്കാതെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ലവ് യു. മാമ, ഇതൊന്ന് നോക്കിക്കേ.
കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യം. നമുക്ക് ഈ കൊച്ചിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കാം. മോളെ അയ്യോ 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 ആ ഈ ഇരിക്കുന്ന പയ്യനെ കിഡ്നാപ്പ് ചെയ്തത് നീയല്ലേടാ? നീ തന്നെയാ. നിന്നെ ഞാൻ വിടില്ലടാ, നിന്നെ ഞാൻ വിടില്ലടാ. കാണിച്ചോ. ഒന്ന് മനസ്സിലാക്കങ്കൾ, ഞങ്ങളിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അതേ സത്യങ്ങള്, ഇതൊരു വലിയ കഥ തന്നെയാ. എടാ ഞാൻ നിങ്ങളെ വിശ്വസിക്കാവടാ. ആദ്യം ഈ കെട്ടൊന്ന് അഴിച്ചു വിടറാ. വേണ്ട കുശാലേട്ടാ, വേണ്ട. ഇയാൾ അഴിച്ചുവിട്ടാ ഇയാൾ നമ്മളെ പോലീസിൽ പിടിച്ചു കൊടുക്കും. അതിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലടാ, വേദനിക്കുന്നടാ. ഈ കെട്ടൊന്ന് അഴിച്ചു വിടറാ പിള്ളേരെ, അഴിച്ചു വിടറാ. മാമ പ്ലീസ് മാമ, പാവ അങ്കിളല്ലേ, അങ്കിളിനെ വെറുതെ വിട്ടേക്ക്. നീ എന്താടി കൊച്ചേ സ്വന്തം അമ്മാവനെ വിളിക്കുന്ന പോലെ മാ മാ കീമാന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? മാ മാ കീമാ. അങ്കിൾ, ഞാനൊരു സെൻസേഷണൽ ന്യൂസ് പറയട്ടെ? ഓ, സെൻസേഷണൽ ന്യൂസ് ഒക്കെ ഉണ്ടല്ലേ? പറ മോളെ, പറ പറ പറ. ഇത് തന്നെയാ എന്റെ മാമൻ കുശാൽ കുമാർ. എന്റെ ഭഗവാനെ, പേസ്റ്റ് എടുക്കാൻ വന്നവൻ ഗസ്റ്റോ? ഇതിനിടയ്ക്ക് എപ്പോഴാ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്? എടാ നീ തന്നെ പറയടാ, നീ ഇതിന്റെ അമ്മാവനാണോടാ? അതെ, മാമ തന്നെയാ. ഇപ്പൊ നമ്മൾ 25 ലക്ഷം ചോദിച്ച് ഫോൺ ചെയ്യാൻ പോവാ. സർ, ആക്ച്വലി നിങ്ങളൊരു പേപ്പറിൽ ഒരു പരസ്യം കൊടുത്തിരുന്നില്ലേ? അതിനെ കുറിച്ച് സംസാരിക്കാനാ. ആ കൊച്ചു നമ്മുടെ കൂടെ സുരക്ഷിതമായിട്ടുണ്ട്. സ്ഥലം പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് കൊച്ചിനെ കൊണ്ട് വന്നോളാം, കുഴപ്പമില്ല. അവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച 50 ലക്ഷം, കൊന്നു കളഞ്ഞ 1 കോടി രൂപ. ഈമോ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് സുരക്ഷിതനാ. പക്ഷെ ഐറ്റൻ രാജന്റെ കൂടെയുള്ള ആ കൊച്ചിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോഴേ അനിയ പയ്യനെ കണ്ടുപിടിച്ചു കൊടുത്ത 50 ലക്ഷം രൂപ തരുമെന്ന് പേപ്പറിൽ കണ്ടിരുന്നു. ചെക്കൻ എന്റെ കയ്യിലുണ്ട്. പൈസ കൊണ്ടുവന്ന് തന്ന് ചെക്കനെ കൂട്ടിക്കൊണ്ട് പൊക്കോന്നേ. ഇപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചേക്ക്. കൊച്ചിനെ കണ്ടുപിടിച്ച 50 ലക്ഷം, പക്ഷെ കൊന്നു കളഞ്ഞ 1 കോടി. എന്താടാ ഇത്? കിഡ്നാപ്പർക്ക് കൊലപാതകയിലേക്ക് പ്രൊമോഷൻ തരിക? അറിയില്ലേട്ടാ, ചോദിക്കേട്ടാ. അപ്പോഴേ അനിയ നിനക്കെന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. അവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച 50 ലക്ഷം, കൊന്നു കളഞ്ഞ 1 കോടി രൂപ. എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. അവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച 50 ലക്ഷം, കൊന്നു കളഞ്ഞ 1 കോടി രൂപ. എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. അവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച 50 ലക്ഷം, കൊന്നു കളഞ്ഞ 1 കോടി രൂപ. ഈ ശബ്ദം ആരെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഈ ശബ്ദം ഇത് വിശ്വയുടെ ശബ്ദമാണല്ലോ. വിഷയം അതാണ്. അവൻ എൻ്റെ മോളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ചെറുപ്പം മുതലേ അവർ നല്ല സുഹൃത്തുക്കളാ. അവർ പഠിച്ചതൊക്കെ ഒരേ സ്കൂളിലും കോളേജിലുമാ. അല്ല, എന്നാലും അവൻ ആ കുട്ടിയെ കൊല്ലേണ്ട കാര്യം എന്താ? അതാ സാറേ എനിക്കും മനസ്സിലാകാത്തത്. ഇനിയിപ്പോ നിങ്ങളുടെ മകളും അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമെന്ന് പറഞ്ഞാ പഠിക്കുന്ന സമയത്ത് അവൻ എൻ്റെ മോളോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലായി ഇവരുടെ കല്യാണവും നടത്തി കൊടുത്തു. ആ കല്യാണം കൂടാൻ പോലും അവൻ വന്നിരുന്നു. പിന്നെ ഒരു 6 വർഷത്തേക്ക് അവനെ കണ്ടിട്ടേ ഇല്ല. ഇവര് തമ്മിൽ പിരിഞ്ഞ സമയത്ത് വിശ്വ ഒരിക്കൽ എന്നോട് സംസാരിച്ചു. അങ്കിളിന് സമ്മതമാണെങ്കിൽ നിഷയെ ഞാൻ കല്യാണം കഴിച്ചോളാം. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. എന്താ മോനെ, ഞാൻ കേട്ടില്ല. എനിക്ക് നിഷയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നിർത്ത, എണീക്കടാ, എണീക്കാൻ, ഇറങ്ങിപ്പോടാ. അതല്ല അങ്കിൾ, എന്റെ മരുമോൻ എന്നേക്കുമായി എന്റെ മോളെ ഉപേക്ഷിച്ച് പോയിട്ടൊന്നുമില്ല. വീണ്ടും വേറൊരു കല്യാണം നടത്താൻ. അവര് തമ്മിൽ എന്തോ ഒരു സൗന്ദര്യപ്പടക്കം, ഒരു തെറ്റിദ്ധാരണ കൊണ്ട് തമ്മിൽ അകന്ന് ജീവിക്കുന്നു. അങ്കിൾ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ അവള് ഹാപ്പി ആയിരിക്കാന്നാ ഞാൻ വിചാരിച്ചത്. നിഷയും കിരണും എന്നേക്കുമായി പിരിഞ്ഞു എന്ന് വിചാരിച്ച ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. വേറെ ഒന്നുമില്ല അങ്കിൾ. പ്ലീസ് അങ്കിൾ, എന്നെ വിശ്വസിക്കേ. അന്നു മുതൽ അവൻ എന്റെ ഫാമിലി ഫ്രണ്ടായി കൂടെ നിന്ന് എല്ലാ കാര്യത്തിലും ഇടപെട്ടു തുടങ്ങി. എന്റെ മോളുടെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ അവൻ കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ എന്റെ കൊച്ചുമോനെ അവൻ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സർ. നിഷ, I love you.
നിനക്കും നിന്റെ സ്വത്തിനും വേണ്ടി എത്ര കാലമായി ഞാൻ കാത്തിരിക്കാന്നറിയോ? പക്ഷെ ഒന്നും ഞാൻ വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. അല്ല, വിടില്ല, നിന്നെ വിടില്ല, നിന്റെ സ്വത്തും വിട്ടു തരില്ല. യൂസ്ലെസ്. എത്ര കോശം നിനക്ക് തന്നു, ഒരു കൊച്ചിനെ പോലും കൊല്ലാൻ പറ്റില്ലേ? ഷേ, വലിയ ഓമാരെയൊക്കെ വിട്ട് നിന്റെ അടുത്തേക്കാ വന്ന്. നീ ഭയങ്കര റൗഡിയാ കോപ്പാന്നൊക്കെ കരുതി ഒരു ഗുണവും ഇല്ലാത്തവൻ. ശരിക്കും നടന്നെന്താന്ന് വെച്ചാ, ഏതോ ഒരുത്തൻ ഫോൺ ചെയ്ത് കൊച്ചു ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം അവനെ കണ്ടുപിടിച്ച് കൊച്ചിനെ കൊണ്ടുപോവാ. പോ. ഒരു കാര്യം ചെയ്യാം. സത്യക്ക് ഇപ്പൊ ഐറ്റൻ രാജ് കൃത്യമായിട്ട് എവിടെ ഉള്ളതെന്ന് അറിയാം. സത്യക്കുട്ടി കൊണ്ടുപോയിട്ട് നമുക്ക് കൊച്ചിനെ കൊണ്ടുവരാം. ഒരു രക്ഷയില്ലാത്ത ഐഡിയ. ഈ ഐഡിയ നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ? ചേട്ടൻ വേഗം പോയിട്ട് കൊച്ചിനെ കൊണ്ടുപോവാ. ആ വിശ്വയുടെ വീട് നമ്മൾ ഫുള്ളായിട്ട് വളഞ്ഞാണ് സാർ. പക്ഷെ അവൻ എസ്കേപ്പ് ആയി. സാർ ചോദിച്ച വിശ്വയുടെ കോൾ ലിസ്റ്റാണിത്. അവന്റെ ഫോണിൽ നിന്ന് 2 കോളുകൾ പോയിട്ടുണ്ട്. ഒന്ന് ജൂബിലി നഗർ, പിന്നെ ബാലനഗറിൽ നിന്നും. സാറിനോടൊരു കാര്യം പറയാൻ മറന്നു സാർ. 3 ദിവസം മുമ്പ് ആ പയ്യനെ കൂട്ടിക്കൊണ്ട് വന്നാൽ 50 ലക്ഷം കൊടുക്കുമെന്ന് ചോദിച്ച് ഒരു പെങ്കൊച്ച് ഫോൺ ചെയ്തിരുന്നു സാർ. എന്നിട്ട് ഇപ്പോഴാണോ ഒന്ന് പറയുന്നേ? ആ പെണ്ണിപ്പോ എവിടെയുള്ള? നീ എങ്ങനെ ഇവിടെ എത്തിയേ? നീ വേഗം കാറിൽ സമയം കളയുന്നു. അവിടെ നിൽക്ക്. ബൈ. ഞാൻ പറഞ്ഞില്ല ഏട്ടാ വീട്ടിൽ പോയി നോക്കാന്ന്. ആരാടാ നീയൊക്കെ? ആ പയ്യനെ പിടിച്ചോ. നിന്ന് മര്യാദക്ക് വാടക. നീ ആരാടി ഫോൺ ചെയ്ത്? ഈ സമയത്ത് ഹലോ. ആ പെണ്ണിനെ പിടിച്ച് മുറിക്കാതെ പൂട്ടെ. ഹലോ സുബു. വേഗം വേഗം ആവട്ടെ. അവനെ പിടിച്ചോ. ആരാ നീയൊക്കെ? രാജ, ഐറ്റം രാജ. ഡേഞ്ചർ പാർട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ കസേര പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. ആ വായം കൂടെ മൂടിയേക്കും. ശരി ഏട്ടാ. ഏട്ടാ ചേട്ടാ നമുക്കിപ്പോ സ്ഥലമില്ലല്ലോ. ഇനിയിപ്പോ എങ്ങോട്ടാ നമുക്ക് പോണ്ടേ? മാമ, മിക്സി മാമ. സുബു. സുബു. സുബു എവിടെയാ? സുബു. ഇത് കണ്ടു മാമ. നിങ്ങളൊക്കെ എവിടെ പോയിരിക്കായിരുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഏതോ ഒരുത്തൻ ഐറ്റൻ രാജു എന്നാ പേര് പറഞ്ഞു. അവൻ വന്ന് ആ പയ്യനെ കൂട്ടിക്കൊണ്ട് മിക്സി മാമയുടെ അടുത്തേക്ക് പോയി. മിക്സി മാമനോ? മിക്സി മാമൻ ഈ പേരെവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കിട്ടിപ്പോയി. ഒരു ദിവസം അയാൾ അടിച്ച് ബോധമില്ലാണ്ട് കിടന്നപ്പോ ഞാനാണ് അയാൾ എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ വിട്ടത്. അയാൾ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. വാ ചേട്ടാ. എന്റെ കെട്ടോ നഴിച്ചു വിടറാ. ഞാൻ നിങ്ങളുടെ കൂടെ വരാടാ. എന്റെ പൊന്നങ്ങളെ, കുടിയിരിക്ക് കാലം നീട്ടിക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ചേസിങ്ങും ഫൈറ്റും ഒക്കെ വല്ല ആവശ്യമുണ്ടോ? കെട്ടയച്ചു വിടറാ. ഇല്ല ഞാൻ ഇവിടെ കിടന്ന് കാറും. അങ്കിളിനെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നേ. ചേട്ടാ ആ വാ മുടിക്കേ. വരൂ പോകാം.
ഒരു താനിത് എവിടെ പോയി കിടക്കുക? തനിക്ക് ഫോൺ നിർത്തൂടെ? എന്താണോ ഇത്? തന്നെ ആരാ കെട്ടിയിട്ടെ? കെട്ടടിച്ചു വിടറ. എന്താടാ? എന്റെ അമ്മോ, ഇത്രയും പ്രായമായിട്ട് പൂതിയൊന്നും മാറിയില്ലേ? എന്തുവാണ് ഇത്? പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുള്ള വീടല്ലേ ഉള്ളത്? എന്നിട്ടൊരു ബോധമില്ലാതെ ഇത് കണ്ട് രസിച്ചിരിക്കല്ലേ? ആ ഊരാം. തനിക്ക് ഇതൊക്കെ കാണുമ്പോ വീടിന്റെ വാതിലെങ്കിലും ഒന്ന് അടച്ചിട്ടുള്ളൂ. എന്റെ ദൈവമേ, എന്നെ ഇവിടെ കെട്ടിയിട്ടിട്ട് ആ TV ഓൺ ചെയ്ത് വെച്ചിട്ട് ആ കുശാല് പോയി. അപ്പൊ കുശാൽ ഇവിടെ ഉണ്ടായിരുന്നോ? നീ കൊള്ളാമല്ലോ. എടാ, അവൻ ഇവിടെ വന്ന് 1 മാസമായിട്ട് ഇവിടെ ആയിരുന്നു താമസം. എടാ, പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചിനെയും വീട്ടിൽ വെച്ചോണ്ട് നീ ഇങ്ങനെ നാട് തെണ്ടി നടന്നോ? ഇവിടെ നടന്ന സംഭവത്തിന്റെ എല്ലാം കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം നിന്റെ മോള് തന്നെയാ എഴുതിയത്. ആ മാമയല്ലടാ, മിക്സി മാമ. റൗഡികളെയും ഗുണ്ടകളെയും മിക്സിയിലടിച്ച് മിക്സ് പരിമമാക്കുന്ന മിക്സി മാമ. എനിക്കറിയാം മാമ, ഗെറ്റപ്പ് സെറ്റപ്പ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എടാ, ഒരു കൊറിയൻ സിനിമ കണ്ടു, അതിലെ ഗെറ്റപ്പ് എനിക്ക് ഇഷ്ടമായി. അപ്പൊ തന്നെ ഈ ഗെറ്റപ്പിലേക്ക് മാറി. മാമൻ പണ്ട് സൂപ്പർ അല്ലേ? യാ, കം ടു ദ മാറ്റർ. മാമൻ ദേ ഈ പിള്ളേരെ കണ്ടോ? എന്തിനാ ഇപ്പൊ തല്ലിയേ? എടാ കോപ്പേ, മിനിറ്റ് വെച്ച് 10-30 പ്രാവശ്യം മാമാന്ന് വിളിക്കുന്നുണ്ടല്ലോ. കല്യാണത്തിന് ക്ഷണിച്ചില്ല. ഈ ഇരട്ട പിള്ളേരെ ഉണ്ടാക്കിയതിന് ശേഷമെങ്കിലും വിളിക്കായിരുന്നില്ലേ? എന്റെ മാമ, നിങ്ങൾ ഇങ്ങനെ മാറിയിട്ട് എത്ര നാളായി? 6 months, 6 ദിവസം. പക്ഷെ 6 മാസം ഒന്നും ഈ പിള്ളേരുണ്ടാവില്ല. നീ എന്താ ഉദ്ദേശിച്ചേ? ഇതാണ് കാര്യം. നോ മാമ, ഈ ഡീലൊന്ന് നടത്തിത്താ. 2 കോടി കിട്ടും. 1 കോടി മാമന്, 1 കോടി. ഒന്ന് നിനക്ക്, ഒന്ന് എനിക്കോ? നമ്മൾ രണ്ടുപേരും ഈക്വൽ ആണോടാ? 3 കോടി പറഞ്ഞു വാങ്ങിക്കടാ. 2 എനിക്ക്, 1 നിനക്ക്. ഹലോ, മിക്സി രാജ സ്പീക്കിംഗ്. എന്ത് രാജ? മിക്സി രാജ. റൗഡികളെയും ഗുണ്ടകളെയും മിക്സിയിലടിച്ച് മിക്സ് ആക്കുന്നോണ്ട് കിട്ടിയ പേരാ മിക്സി രാജ. കുറച്ചു മുമ്പ് ഐറ്റം രാജ നിർത്താൻ വിളിച്ചിരുന്നല്ലോ. അവൻ എന്റെ മരുമോൻ, ഞാൻ അവന്റെ മാമൻ. എടോ, കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങൾക്ക് വേണ്ട കുട്ടികൾ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. 3 കോടി തന്നാൽ അവരെ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ അവരെ ഞാൻ പോലീസ് സ്റ്റേഷനിലാക്കും. ഏയ് വേണ്ട വേണ്ട വേണ്ട, കാശും കൂടെ കൊണ്ടുവരണ്ടേ? ഓക്കെ. ചേട്ടാ, 3 കോടി എന്ന് പറഞ്ഞാൽ അതിൽ എത്ര പൂജ്യം ഉണ്ടാവും? ഒരു 10 പൂജ്യം ഉണ്ടോടാ? എടാ മണ്ടാ, ഇങ്ങി വാടാ. 10 പൂജ്യമല്ലടാ, 12 ഉണ്ട്. മാമ സൂപ്പറാ, എല്ലാം അറിയാം. ചേട്ടാ, ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? എക്സ്ക്യൂസ് മീ. ഹായ് സർ. ആക്ച്വലി എന്റെ സാറിന് 3 കോടി തരാനായിട്ട് എന്നെ ഏൽപ്പിച്ച് വിട്ടതാ ഇവിടേക്ക്. എന്നിട്ട് ക്യാഷ് എവിടെ? അയ്യോ, ക്യാഷ് അല്ല സാർ, ചെക്ക്. നോക്ക് സാർ. ചെക്കിനെന്താടാ ഇത്രയ്ക്ക് വലിപ്പം? അത് പിന്നെ ഈ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ ചെറിയ ചെക്കായിരിക്കും. പക്ഷെ 10 ലക്ഷത്തിന് മുകളിൽ പോയാൽ ഇങ്ങനെയായിരിക്കും ചെക്ക് തരാം. അതുള്ളതാ. വേൾഡ് കപ്പ് സമയത്ത് സച്ചിൻ ഇതുപോലത്തെ ഒരു ചെക്ക് കൊടുക്കുന്ന ഞാൻ കണ്ടു. അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ. ശരി, അതിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് എണ്ണി നോക്കടാ. 1 2 3 4 5 6 7 9 10 11 12 മാമ. പക്ഷേ നമുക്ക് അക്കൗണ്ട് ഇല്ലല്ലോടാ. ഇത് അങ്ങനത്തെ ചെക്ക് അല്ല സാറേ. ഇത് ബാങ്കിൽ കൊടുത്താൽ നേരെ പൈസ ആയിട്ട് അവർ തരില്ലേ? ഓ സൂപ്പർ. ഇനി മുതൽ എല്ലാം ചെക്കാ, നോ ക്യാഷ്. ഒരു കൊച്ചിനെ ഇവന്റെ കൂടെ പറഞ്ഞു വിടറാ. മറ്റേ കൊച്ചോടെ സാറേ? അടുത്ത 3 കോടി കൊണ്ടുവന്നാൽ അടുത്ത കൊച്ചിനെ കൊണ്ടുപോകാം. സാർ ഒന്ന് പറഞ്ഞു കൊടുക്കണ പോട്ടാ. കാശും കൊണ്ടുവാ. മാമ സൂപ്പറാ, എല്ലാം അറിയാം. ആണാ? ഇത്ര നേരമായിട്ട് നീ പോയില്ലടാ. നീ ഇവിടെ തല കുത്തി മറിഞ്ഞാലും ശരി, 2ാമത്തെ കൊച്ചിനെ നിനക്ക് കിട്ടില്ലടാ. മര്യാദക്ക് അടുത്ത 3 കോടി കൊണ്ടുവന്ന് തന്നിട്ട് കൊച്ചിനെ കൊണ്ടുപോ. കേട്ടോ മാമ? അതൊന്നും തരുമെന്ന് നോക്കാനാ, പ്ലീസ്.
നിർത്ത്. ഏതവനാണത്? ഡാ, ഈ മിക്സി രാജൻ ആരാ? മിക്സി രാജ, എന്റെ ഏരിയ വന്നിട്ട് ഒച്ചയുണ്ടാക്കരുത്. എനിക്ക് ദേഷ്യം വന്ന എൻകൗണ്ടർ ചെയ്ത് കൊല്ലുന്നില്ല ഞാൻ. പിള്ളേരെവിടെ? പിള്ളകളില്ല, പിള്ളയേ ഉള്ളൂ. 2 പിള്ളേർ ഇവിടെ ഉണ്ടെന്നല്ലോടോ താൻ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞേ. നീ പറഞ്ഞതാണെന്നും പറഞ്ഞ് 3 കോടിയുടെ ചെക്കുമായിട്ട് കുറച്ചു മുമ്പ് ഒരുത്തൻ ഇവിടെ വന്നിരുന്നു. ചെക്കോ? എവിടാ ചെക്ക്? നീ അയച്ച ആള് തന്ന 3 കോടിയുടെ ചെക്ക് ഇതാ. 12 പൂജ്യമൊക്കെ ഉണ്ട്, നോക്ക്. എന്തു പറ്റി? ചെക്ക് കണ്ടപ്പോ നീ ഷോക്കായി പോയോ? ചെക്ക് എവിടാ? കണ്ണ് കണ്ടൂടെ നിനക്ക്? കണ്ണ് തുറന്നു നോക്കടാ. 3 കോടിയുടെ ചെക്ക. മുന്നിൽ 3ഉം 12 പൂജ്യവും. വേറൊരു ചെക്കാടാ. എടോ വെളിവില്ലാത്തവനെ, ആരെങ്കിലും ഇത്ര വലിയ ചെക്ക് കൊടുക്കൂടോ? തന്നെ അവൻ പറ്റിച്ചു പോയതാ. ഇത് ചെക്കൊന്നും അല്ലടോ, പൊട്ടൻ. ഈ സാധനം വെച്ചോണ്ട് തനിക്കൊരു കോപ്പം കിട്ടാൻ പോകുന്നില്ല. ശരി, പോയാ ഉള്ള പയ്യനെ വിളിച്ചോണ്ട് വാ. ഒരു തവണ പറ്റിക്കപ്പെട്ടു എന്ന് കരുതി എപ്പോഴും എന്നെ അതിന് കിട്ടില്ല. ക്യാഷ് ആൻഡ് ക്യാരി. ക്യാഷ് ഇതാ, കൊച്ചിനെ കൊണ്ടുവയ്ക്കോ. മിക്സി അടിച്ച് പൊട്ടിക്കും ഞാൻ. മര്യാദ കൊച്ചിനെ വിളിച്ചോണ്ട് വാ. ചേട്ടാ അതെ കൊച്ചെ വിടറാ. നേരത്തെ വന്നവൻ ആ ചെക്കനെ കൊണ്ട് പോയി. പോയി പിടിക്കണവനെ. എടാ ഒന്ന് വേഗം ആവട്ടെ. സ്റ്റാർട്ട് ആവുന്നില്ല ഏട്ടാ. വേഗം ഇറങ്ങി വിട്ടോ. ഓടിക്കോ. കിട്ടിയടാ നിന്നെ. നോക്കടാ, ദേ നോക്കടാ. എടാ നിന്റെ മോള് തന്നെയാണ്. അയ്യോ അച്ഛൻ. അയ്യോ. ഹലോ അച്ഛ. മോളെ, അവൻ നിന്നെ ഫോണിലെങ്ങാനും വിളിച്ചായിരുന്നോ? ആ ചെയ്തല്ലോ അച്ഛ. മാമനിപ്പോ കാശില്ല ഉള്ളത്. ആണല്ലേ? മോള് പതുക്കെ ഒന്ന് എടുത്തോട്ട് തിരിഞ്ഞു നോക്കിയേ. അയ്യോ. അമ്മ പോയാ വെടിവെച്ചു കൊല്ലും. അവിടെ പോയാ തല അടിച്ചു പൊട്ടിക്കും. അങ്കിൾ, കുട്ടികൾ യുവമാരുടെ കയ്യിലാ. അവരെ രക്ഷിക്കാൻ വന്ന എന്റെ അവസ്ഥ കണ്ടില്ല അങ്കിൾ. ഇനിയെങ്കിലും അഭിനയം നിർത്തടാ.
നിന്റെ ഓവർ ആക്ഷൻ ഒക്കെ മതിയുടെ ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെല്ലട്ടെ. നിങ്ങള് സഹോദരങ്ങളാ? അല്ല സാർ. അത്ഭുതമാണല്ലോ. നന്ദിയുണ്ട്. എന്റെ കൊച്ചുമക്കളെ നിങ്ങൾ തിരിച്ചു തന്നു. എന്റെ മോളും മരുമോനും തമ്മിൽ ഇപ്പൊ ഒന്നായി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്ന് പറഞ്ഞാൽ അപ്പൊ കാശൊന്നും തരാൻ ഉദ്ദേശമില്ലേ? ചേട്ടാ സാർ, കുട്ടികളെ തിരിച്ചു തന്നാൽ 50 ലക്ഷം തരാമെന്ന് പേപ്പറിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അത് കിട്ടിയിരുന്നെങ്കിൽ. ഇവനെ കണ്ടിട്ട് എന്റെ മരുമോനെ പോലെ ഉണ്ടല്ലോ. ഇയാളെന്തിനെ സൂക്ഷിച്ചു നോക്കുന്നത്? എന്തിനാ നോക്കുന്നത്? ഞാൻ കുശാലിന്റെ അമ്മാവനാ. സുബലക്ഷ്മി എന്റെ മോളാ. അപ്പൊ അമ്മായിച്ചനായിരുന്നു. താങ്ക് യു സാർ. അവിടെ ചെക്ക് കൊടുത്ത കണ്ടില്ലേ? നമ്മുടെ കാര്യം കൂടെ ചോദിക്ക്. ശരിക്കും കൊടുത്താണോ? ചെക്ക് കൊടുത്തന്നേ. മാമനൊന്ന് ചെല്ല്. ചെല്ല് എന്റെ മാമ, ഒന്ന് ചെല്ല്. നമസ്കാരം സാർ. നിങ്ങളുടെ 2 മക്കളെയും ഞങ്ങൾ പൊന്നുപോലെ നോക്കി. ഇത്രമാത്രം ആൾക്കാരെ വെച്ച് ഞങ്ങൾ എത്രമാത്രം വലിയ കാര്യം ചെയ്ത്. ഞങ്ങൾക്കും വലം തന്ന് സഹായിക്കണം സാർ. നല്ലൊരു മനുഷ്യനല്ലേ? ഇതാ ചെക്ക്. പിന്നെയും ചെക്കോ?